ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച്, ചുരുക്കി പറഞ്ഞാൽ CCC, അതിൽ 103-ാമത്തെ നമ്പറിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും ആദരിച്ചിരുന്നു. സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും ആദരിച്ചിരുന്നു. വീണ്ടും അടുത്ത നമ്പറിൽ 104-ാമത്തെ നമ്പറിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭ നിരന്തരം തൻ്റെ പോഷണവും ശക്തിയും കണ്ടെത്തുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭ നിരന്തരം തൻ്റെ പോഷണവും ശക്തിയും കണ്ടെത്തുന്നു. കാരണം വിശുദ്ധ ഗ്രന്ഥത്തെ വെറും മാനുഷിക വചനമായിട്ടല്ല സഭ സ്വീകരിക്കുന്നത്. പ്രത്യുത അത് യഥാർത്ഥത്തിൽ ആയിരിക്കുന്നത് പോലെ ദൈവവചനമായിട്ടാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ വെറും മാനുഷിക വചനമായിട്ടല്ല സഭ സ്വീകരിക്കുന്നത്. പ്രത്യുത അത് യഥാർത്ഥത്തിൽ ആയിരിക്കുന്നത് പോലെ ദൈവവചനമായിട്ടാണ്. ഉറക്കെന്ന് പറഞ്ഞേ ഹാലേലൂയാം. ഉച്ചത്തിൽ ഹാലേലൂയാം. വലതുകരം ഉയർത്തി ഹാലേലൂയാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഹാലേലൂയാം. കരങ്ങൾ വീശിക്കൊണ്ട് ഹാലേലൂയാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനെ തിരുസഭാ മാതാവ് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഇതിൽ 3 കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തെ, വിശുദ്ധ ബൈബിളിനെ തിരുസഭ കണക്കാക്കുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഈശോയുടെ തിരുശരീരം എന്ന പോലെ വിശുദ്ധ ഗ്രന്ഥത്തെ സഭ ആദരിച്ചിട്ടുണ്ട്. ഈശോയുടെ തിരുശരീരം എന്ന പോലെ സഭ എല്ലാ കാലഘട്ടങ്ങളിലും വിശുദ്ധ ഗ്രന്ഥത്തെ ആദരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ കേട്ടത്, തിരുസഭ തൻ്റെ പോഷണം കണ്ടെത്തുന്നത്, തിരുസഭയ്ക്ക് ഉള്ള ഊർജം കണ്ടെത്തുന്നത്, തിരുസഭ തൻ്റെ ശക്തി കണ്ടെത്തുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ്, വചനത്തിൽ നിന്നാണ്. മൂന്നാമതായിട്ട് നമ്മൾ കേട്ടത്, കേവലം മാനുഷിക വചനമായിട്ടല്ല, മറിച്ച് ദൈവവചനമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥവാക്യങ്ങളെ തിരുസഭ സ്വീകരിക്കുന്നത്. ഉറക്കെ പറഞ്ഞ് ഹാലേലൂയാം, ഹാലേലൂയാം, ഹാലേലൂയാം. ഈ കാര്യങ്ങളിൽ നിന്ന് തന്നെ ക്രൈസ്തവ ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്, ബൈബിളിന്, ദൈവവചനത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് വ്യക്തമാവാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ ക്രൈസ്തവ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്, ബൈബിളിന്, ദൈവവചനത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് വ്യക്തമാവാണ്. നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ പരിശോധിക്കുമ്പോൾ ഇതിനെ 2 ഭാഗമായിട്ട് നമ്മൾ തിരിക്കും, ഇല്ലേ? 2 ഭാഗമായിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. ഇതിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ പേരെന്താണ്? ആദ്യ ഭാഗത്തിൻ്റെ പേരെന്താ? പഴയ നിയമം. രണ്ടാം ഭാഗത്തിൻ്റെ പേരെന്താ? പുതിയ നിയമം. ഈ 2ലും ആവർത്തിക്കുന്ന വാക്ക് ഏതാണ്? 2ലും ആവർത്തിച്ച വാക്ക് ഏതാണ്? നിയമം. അപ്പോൾ ഇത് മുഴുവൻ എന്താണ്? ശരിക്കും നിയമങ്ങളാണ്. ക്രിസ്ത്യാനിയുടെ നിയമാവലിയാണ് ബൈബിൾ. ക്രിസ്ത്യാനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ബൈബിൾ. ക്രിസ്ത്യാനിയുടെ നിയമാവലി അഥവാ കോൺസ്റ്റിറ്റ്യൂഷനാണ് ബൈബിൾ. നിയമാവലി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താണ് നിയമാവലി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുക? ഉദാഹരണത്തിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യക്കാരെന്ന നിലയിൽ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിന് വിരുദ്ധമായത് എന്തെങ്കിലും നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ പോലീസ് വന്ന് നമ്മളെ അറസ്റ്റ് ചെയ്യും, കോടതിയിൽ ഹാജരാക്കും, കുറ്റം തെളിഞ്ഞാൽ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇന്ത്യൻ നിയമാവലി അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ വൈദികർ, ഇപ്പോൾ ഞാനും ഇവിടെയുള്ള അച്ഛന്മാരും ഒക്കെ CMI സന്യാസ സഭയിലെ അംഗങ്ങളാണ്. അപ്പം ഞങ്ങളുടെ സഭയ്ക്ക്, CMI സന്യാസ സഭയ്ക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരു നിയമാവലിയുണ്ട്. CMI കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്, ഇവിടെ സിസ്റ്റേഴ്സ് പലരും ഇരിക്കുന്നുണ്ട്. സിസ്റ്റേഴ്സ് അവർ ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സഭയ്ക്ക് ഒരു നിയമാവലി ഉണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നിയമാവലി അനുസരിച്ച്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് വ്രതം ചെയ്തിട്ടാണ് ഞങ്ങൾ സഭയിലേക്ക്, സന്യാസ സഭയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നിയമാവലി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ദൈവരാജ്യത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ സകല ക്രിസ്ത്യാനികളും ജീവിക്കാൻ വേണ്ടി നൽകപ്പെട്ട നിയമപുസ്തകമായി, നിയമാവലിയായി, കോൺസ്റ്റിറ്റ്യൂഷനായി നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ, ബൈബിളിനെ മനസ്സിലാക്കാം. ഉറക്കെ പറഞ്ഞ് ഹാലേലൂയാം. ഉച്ചത്തിൽ പറഞ്ഞ് ഹാലേലൂയാം. സ്വരമുയർത്തി പറഞ്ഞ് ഹാലേലൂയാം. വലതുകരം ഉയർത്തി ഹാലേലൂയാം. 2 കരങ്ങൾ ഉയർത്തി ഹാലേലൂയാം. കരങ്ങൾ വീശിക്കൊണ്ട് ഹാലേലൂയാം. ഈ നിയമം അല്ലെങ്കിൽ നിയമാവലി എന്നൊക്കെ പറയുമ്പോൾ, കേൾക്കുമ്പോൾ അല്പം ഭാരം വരാൻ സാധ്യതയുള്ളൊരു വാക്കാണ്. കാരണം നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല ഈ നിയമം. നിയമം എന്ന് പറയുമ്പോൾ അത് പാലിക്കണമല്ലോ.
നിയമം പാലിക്കാൻ വേണ്ടിയുള്ളതാണല്ലോ, അതൊരല്പം ഭാരം നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരിക്കലും നിയമത്തെ അങ്ങനെ ഒരു ഭാരമായിട്ട് കണക്കാക്കരുത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിയമം ഉള്ളത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉള്ളത്? നിയമം നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ? നിയമമുള്ളത് കൊണ്ട്, നിയമം പാലിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു ഭാരം ഉണ്ടെന്ന് പറയുമ്പോഴും, ഇപ്പോൾ സാധാരണ രാജ്യത്തിൻ്റെ നിയമം ഒന്ന് പരിശോധിക്കുക. ആ നിയമം ഉള്ളത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ, ഒന്നാമത്തെ ഗുണം നീതി ഉറപ്പാക്കാൻ നിയമം ആവശ്യമാണ്. ഇപ്പോൾ ഒരു നിയമവും ഇല്ലാത്തൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കയ്യൂക്കുള്ളവർ കാര്യക്കാരായിട്ട് മാറും. അതുകൊണ്ട് നീതി ഉറപ്പാക്കാൻ നിയമം ആവശ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷിതത്വം. ഒരു പരിധി വരെ നിയമം നമുക്ക് സംരക്ഷണം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ സുരക്ഷിതത്വം നൽകുന്നുണ്ട്. ഒരു പരിധി വരെ അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ട്രാഫിക് നിയമങ്ങൾ, ശക്തമായ കൃത്യമായ വ്യക്തമായ ട്രാഫിക് നിയമങ്ങളുണ്ട്. അത് കൃത്യതയോടെ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ റോഡ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഒരു പരിധി വരെ അത് കൃത്യമായിട്ട് പാലിച്ചാൽ റോഡ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നിയമങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അഭിവൃദ്ധി, അതായത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾ, ഇന്ന സമയത്ത് വരണം, ഇന്ന സമയത്ത് ജോലി ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഈ നിയമങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിയെ സഹായിക്കുന്നു, ഒപ്പം അവിടെയുള്ള ആളുകളുടെ അഭിവൃദ്ധിക്കും അത് സഹായിക്കുന്നു. അപ്പോൾ പൊതുവേ പറഞ്ഞാൽ നിയമം അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഭാരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് ഭാരപ്പെടുത്തുക എന്നുള്ളതല്ല നിയമത്തിൻ്റെ ഉദ്ദേശം. മറിച്ച് അതിലൂടെ ലഭിക്കുന്ന സംരക്ഷണം, അതിലൂടെ ലഭിക്കുന്ന സുരക്ഷിതത്വം, അത് നൽകുന്ന അഭിവൃദ്ധി, വളർച്ച, അത് നൽകുന്ന നീതി ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ ഉറപ്പാക്കുന്ന നീതി, ഇതൊക്കെയാണ് പൊതുവെ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും പാലിക്കാൻ കടപ്പെട്ട നിയമങ്ങളായി, നിയമസംഹിതയായി, നിയമാവലിയായി, കോൺസ്റ്റിറ്റ്യൂഷനായി നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ, ബൈബിളിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയാ, ചിലർ പറഞ്ഞേ ഹല്ലേലൂയാ. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ കേവലം കുറേ നിയമങ്ങൾ മാത്രമുള്ള ഒരു നിയമസംഹിതയാണോ? അതല്ല. തീർച്ചയായിട്ടും ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രക്ഷാകര ചരിത്രം, ദൈവം മനുഷ്യനെ രക്ഷിക്കുന്ന, വീണ്ടെടുക്കുന്ന ചരിത്രം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ്, പുസ്തകമാണ്, അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ പുസ്തകമാണ്. 73 പുസ്തകങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടുള്ള പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന, മനുഷ്യൻ്റെ ഭാഷയിൽ ദൈവം ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യരെ ദൈവം വീണ്ടെടുത്ത ചരിത്രം, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം, ആ ചരിത്രത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ, ഇതെല്ലാം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാനായിട്ട് സാധിക്കും. അതിലൊക്കെ ഉപരി ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വാക്കുകളാണ്, അഥവാ കർത്താവിൻ്റെ വചനമാണ്. എന്നിരുന്നാൽ തന്നെയും ഇതിനെ ഒരു ക്രിസ്ത്യാനി ജീവിക്കാൻ വേണ്ടി നൽകപ്പെട്ട, അഥവാ ദൈവരാജ്യത്തിൻ്റെ മക്കൾ പാലിക്കേണ്ട, ദൈവരാജ്യത്തിൻ്റെ മക്കളായി തീരാൻ, യഥാർത്ഥ ദൈവരാജ്യത്തിൻ്റെ മക്കളായി നമ്മൾ ഓരോരുത്തരും മാറാൻ നമ്മൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ, നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ, ആ വിധത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മളൊന്ന് ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട്, ആ ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുകയാണെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതിനായി നൽകപ്പെട്ട നിർദ്ദേശങ്ങളായി, അതിനായി നൽകപ്പെട്ട നിയമങ്ങളായി, അതിനായി നൽകപ്പെട്ട ഉപദേശങ്ങളായി വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ പറ്റും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതായത് ഈ നിയമം രണ്ട്, പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ടെന്ന്. ഇതിൽ നമ്മൾ ഏത് ജനതയാണ്? പഴയ നിയമ ജനതയാണോ അതോ പുതിയ നിയമ ജനതയാണോ? പുതിയ നിയമ ജനതയാണ്. അപ്പോൾ നമുക്ക് പാലിക്കാൻ കടപ്പെട്ടിട്ടുള്ളത് പഴയ നിയമങ്ങളാണോ അതോ പുതിയ നിയമങ്ങളാണോ? പുതിയ നിയമങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ പഴയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമുക്ക് രണ്ടും പാലിക്കാൻ കടമയുണ്ട്. പഴയ നിയമവും പാലിക്കാൻ കടമയുണ്ട്, പുതിയ നിയമവും പാലിക്കാൻ കടമയുണ്ട്. എന്നാൽ ഓർക്കുക, പഴയ നിയമകൽപ്പനകളെ നമുക്കൊരു അടിസ്ഥാനമായി, ഒരു ബേസായി നമുക്കതിനെ മനസ്സിലാക്കാം. അത് ആവശ്യമാണ്. അതിൻ്റെ ഒരു തുടർച്ചയായി, അതിൻ്റെ ഒരു വളർച്ചയായി, അതിൻ്റെ ഒരു പൂർത്തീകരണമായി പുതിയ നിയമത്തെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പഴയ നിയമം ഒരു അടിത്തറയായി, അടിസ്ഥാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സ്കൂളിൽ ആദ്യമായിട്ട് ചെന്ന് പഠിച്ചു തുടങ്ങുന്നത് എന്താണ്? ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നത് എന്താ? അക്ഷരങ്ങൾ, അക്ഷരമാല ഒക്കെ നമ്മൾ പഠിക്കും, ആൽഫബറ്റ്സ് പഠിക്കും, എണ്ണം 1, 2, 3 ഇങ്ങനെയൊക്കെ എണ്ണാനൊക്കെ നമ്മൾ പഠിക്കും. ഇത് ഈ ഒരു ബേസ്, ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകളായി, വാക്കുകൾ കൂട്ടിച്ചേർത്ത് വാക്യങ്ങളായി, അത് വായിക്കാനും എഴുതാനും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. ഈ എണ്ണൽ സംഖ്യ അത് തന്നെ പിന്നീട് കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഗുണിക്കാനും അല്ലെങ്കിൽ ഗണിതശാസ്ത്രത്തിലെ വിവിധ മേഖലകളിലൂടെയൊക്കെ നമ്മൾ ഇത് കടന്നു പോകും. പക്ഷേ അടിസ്ഥാനമായി ബേസായിട്ട് നിലകൊള്ളുന്ന എന്താണ്? അക്ഷരമാല, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച എണ്ണൽ സംഖ്യ ഒക്കെയാണ്.
എന്ന് പറയും പോലെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ അതിലെ പഴയ നിയമ പുസ്തകങ്ങൾ ഒരു ബേസായി, അടിത്തറയായി, അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നു. എന്നാൽ ഓർക്കുക, കൂടുതൽ വളരാൻ, ആത്മീയതയിൽ കൂടുതൽ വളരാൻ, പുതിയ നിയമ തത്വങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് പുതിയ നിയമ തത്വങ്ങൾ കൂടെ പാലിക്കാൻ, പുതിയ നിയമം കൂടെ പാലിക്കുമ്പോഴേ ആത്മീയ വളർച്ചയാകുന്നുള്ളൂ എന്ന് മാത്രമല്ല, നിയമത്തിൻ്റെ പൂർത്തീകരണമാകുന്നുള്ളൂ എന്ന് മാത്രമല്ല, നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായി മാറുന്നുള്ളൂ. പഴയ നിയമം മാത്രമേ നമ്മൾ പാലിക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ ആരാണ്? ഒരു യഹൂദ ജനത്തിന് ഉള്ള അവരുടെ ആധ്യാത്മികതയുടെ നിലവാരം എത്രയോ അതിൽ നമ്മൾ നിൽക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായി നമ്മൾ മാറണമെങ്കിൽ, യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി നമ്മൾ മാറണമെങ്കിൽ പുതിയ നിയമം കൂടെ പാലിക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ മാറുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ പീഡാസഹനം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉത്ഥാനം, അതുപോലെ തന്നെ സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, തിരുസഭ വളർന്ന് പന്തലിക്കുന്ന വിധങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകപ്പെട്ട സാന്മാർഗ ഉപദേശങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും. ഈ 27 പുസ്തകങ്ങളിൽ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് എന്താണ്? വിശുദ്ധ ലിഖിതങ്ങളുടെ ഹൃദയം, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ മാത്രമല്ല പറയണത്, സമ്പൂർണ്ണ ബൈബിൾ 73 പുസ്തകങ്ങൾ ഒരുമിച്ച് വയ്ക്കുമ്പോൾ അതിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ, വിശുദ്ധ ലിഖിതങ്ങളുടെ ഹൃദയമായിട്ട് അറിയപ്പെടുന്നത് എന്താണ്? സുവിശേഷങ്ങളാണ് വിശുദ്ധ ലിഖിതങ്ങളുടെ ഹൃദയം. ആദ്യത്തെ 4 പുസ്തകങ്ങൾ, പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങൾ ഏതൊക്കെയത്? വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്ക, വിശുദ്ധ യോഹന്നാൻ, ഇവരെഴുതിയ 4 സുവിശേഷങ്ങൾ, കർത്താവ് ഈശോ മിശിഹായുടെ ആ 4 സുവിശേഷങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ അറിയപ്പെടുക വിശുദ്ധ ലിഖിതങ്ങളുടെ ഹൃദയമായിട്ടാണ്. ഇനി നമ്മൾ സുവിശേഷങ്ങൾ 4 പരിശോധിക്കുമ്പോൾ തന്നെ അവിടെയും ഇതുപോലെ യേശുവിൻ്റെ ജനനജീവിത മരണ ഉദ്ധാന രഹസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ തന്നെ ഈശോ പറയുന്ന കാര്യങ്ങൾ, ഈശോ പ്രവർത്തിച്ച കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്, ഈശോ പറയുന്ന കാര്യങ്ങൾ, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ, ഈശോ പ്രബോധിപ്പിച്ച കാര്യങ്ങൾ, അവയിൽ തന്നെ ജീവിത നിയമമായി നമുക്ക് നൽകപ്പെട്ട കാര്യങ്ങൾ, അതെവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? പൊതുവെ അത് അറിയപ്പെടുക മലയിലെ പ്രസംഗം എന്നാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടി, പുതിയ നിയമ ജനത ജീവിക്കാൻ വേണ്ടി നൽകപ്പെട്ട നിയമങ്ങളെ നമ്മൾ പൊതുവെ ബൈബിളിൽ പറയുക മലയിലെ പ്രസംഗം എന്നാണ്. ഈ മലയിലെ പ്രസംഗം അത് പലപ്പോഴായി കർത്താവ് പറഞ്ഞത് വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞ ഏതാ? സമാന്തര സുവിശേഷങ്ങൾ. അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? 4 സുവിശേഷങ്ങളുണ്ടെന്ന് പറഞ്ഞു, അതിൽ സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞ ഏതാ? ആദ്യത്തെ 3 സുവിശേഷങ്ങളെയാണ് സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറയണേ. കാരണം അവയുടെ ഘടനയ്ക്കും അവയുടെ രീതികൾക്കും ഒക്കെ പൊതുവായ കുറേ സാമ്യങ്ങളുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾക്ക് പൊതുവായ കുറേ സാമ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിനെ സമാന്തര സുവിശേഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കുക. ഈ സമാന്തര സുവിശേഷങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഇടങ്ങളിലായി ഈശോ പ്രബോധിപ്പിച്ച് ഈ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം നമ്മൾ പരിശോധിച്ചാൽ മത്തായി ശ്ലീഹ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അടുക്കോടും ചിട്ടയോടും കൂടെ ഒരു സ്ഥലത്ത് തന്നെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അതെവിടെയാണ് നമ്മൾ കാണുക? മലയിലെ പ്രസംഗം എന്ന പേരിൽ അറിയപ്പെടുന്ന, യേശുവിൻ്റെ മഗ്ന കാട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് ഏത് അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നേ? മത്തായി 5, മത്തായി 6, മത്തായി 7, ഈ 3 അധ്യായങ്ങളിൽ, 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, ഈ 3 അധ്യായങ്ങൾ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ മലയിലെ പ്രസംഗം എന്നറിയപ്പെടുന്ന പുതിയ നിയമ ജനതയ്ക്ക് ജീവിക്കാൻ വേണ്ടി ഈശോ നൽകിയ നിയമങ്ങളായി അറിയപ്പെടുന്ന കാര്യങ്ങളായി പ്രധാനമായി. അത് മാത്രമല്ല, ജീവിക്കാനുള്ളത് സുവിശേഷത്തിൽ മറ്റനേകം കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ഒരു സാരസംഗ്രഹം എന്ന നിലയിൽ നമുക്ക് ഈ മലയിലെ പ്രസംഗത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഈ 3 അധ്യായങ്ങളിൽ മത്തായി ശ്ലീഹ അത് 3 അധ്യായങ്ങൾ ഒരുമിച്ച് ചേർത്ത് അടുക്കോടും ചിട്ടയോടും ക്രമീകരിച്ച് നമ്മുടെ മുൻപിൽ നമുക്ക് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അതിലുപരി ജീവിക്കാനും വേണ്ടി അത് സുവിശേഷത്തിൽ അത് അവതരിപ്പിക്കുന്നുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ചൊല്ലുമെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. മതബോധന ഗ്രന്ഥം 125-ാമത്തെ നമ്പറിലാണ് സുവിശേഷങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളുടെ മുഴുവൻ്റെയും ഹൃദയം എന്ന പരാമർശം നമ്മൾ വായിക്കുക. ഈ സുവിശേഷങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ, വിശുദ്ധ ലിഖിതങ്ങളുടെ മുഴുവൻ്റെയും ഹൃദയം എന്ന് പറയുന്നത് സുവിശേഷങ്ങളാണ് എന്ന പരാമർശം നമ്മൾ വായിക്കുക. മതബോധന ഗ്രന്ഥം 125-ലാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇനി നമ്മൾ ഈ മലയിലെ പ്രസംഗം, പുതിയ നിയമ ജനതയ്ക്കായിട്ട് നൽകപ്പെട്ട പുതിയ നിയമ തത്വങ്ങൾ എന്ന നിലയിൽ നമ്മൾ ഈ മലയിലെ പ്രസംഗത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗം കുറച്ച് മാത്രം, ഒരു 12 വാക്യങ്ങൾ നമ്മളിപ്പോൾ തന്നെ ഇവിടെ വായിച്ചു.
നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിച്ചു ആ ആദ്യത്തെ 12 വാക്യങ്ങൾ മാത്രം. അത് മാത്രമല്ല ഉള്ളത്, ഒത്തിരി ഉണ്ട്. നമുക്ക് ഈ പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് എത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ, എത്ര കാര്യം പറയാൻ പറ്റുമോ അത്രയും കാര്യം പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും നമുക്കൊന്ന് ശ്രമിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഈ 3 അധ്യായങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് നമുക്ക് ജീവിക്കാൻ, പുതിയ നിയമ ജനത ജീവിക്കാൻ വേണ്ടി ഈശോ നൽകിയ പുതിയ നിയമ തത്വങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന നിലയിൽ, അഥവാ ഒരു ദൈവരാജ്യത്തിൻ്റെ മകൾ എന്ന നിലയിൽ, അങ്ങനെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യയാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വായിക്കാനും ഇത് മനസ്സിലാക്കാനും ഇത് പാലിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അത്രത്തോളം പ്രാധാന്യം ഈ 3 അധ്യായങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓരോ വാക്യമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇതിൽ ഒന്നാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: യേശു മലമുകളിലേക്ക് കയറി, ശിഷ്യന്മാർ അടുത്തെത്തി, അവൻ ഇരുന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഈശോ മലമുകളിലേക്ക് കയറി, ശിഷ്യന്മാർ അടുത്തെത്തി, അവനിരുന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതിലെ ഓരോ വാക്യവും പ്രധാനപ്പെട്ടതാണ്. കുറേ അധികം കാര്യങ്ങൾ നമ്മളോട് ഇത് പറഞ്ഞു തരുന്നുണ്ട്. ഈശോ മലമുകളിലേക്ക് കയറിയത് പുതിയ നിയമം നൽകാൻ വേണ്ടി ഈശോ ഇതാ മലയുടെ മുകളിലേക്ക് കയറാണ്. പുതിയ നിയമം നൽകാൻ വേണ്ടി. ഇത് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമം നൽകപ്പെട്ട സാഹചര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. പഴയ നിയമം ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തത് ആര് വഴിയാണ്? മോശ വഴിയാണ്. അതിനുവേണ്ടി മോശയ്ക്ക് കൽപ്പനകൾ, പ്രത്യേകിച്ച് ഈ 10 കൽപ്പനകൾ മോശയ്ക്ക് ദൈവം കൊടുത്തത് എവിടെ വെച്ചാണ്? ഒരു മലയുടെ മുകളിൽ വെച്ച. ഏതാണ് ആ മല? സീനായ് മലയുടെ മുകളിലേക്ക് മോശ കയറുന്നു. അവിടെ പ്രാർത്ഥനയിലായിരിക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടുന്നു. ദൈവം കൽപ്പലകകളിലാക്കി മോശയ്ക്ക് കൊടുക്കുന്നു. കല്ലിൻ്റെ പലകകളിൽ തൻ്റെ വിരൽത്തുമ്പ കൊണ്ട് എഴുതിയ കൽപ്പനകൾ ഇതാ കർത്താവ് മോശയ്ക്ക് നൽകുന്നു. മോശ ആ കൽപ്പനകളുമായി താഴേക്ക് വരുന്നു. അപ്പോൾ ഈ മലയുടെ മുകളിലേക്ക് മോശ കയറി ചെന്നത് ഈ കൽപ്പനകൾ സ്വീകരിക്കാനാണ്. പഴയ നിയമ ജനതയ്ക്കുള്ള കൽപ്പനകൾ സ്വീകരിക്കാൻ. ഇവിടെ പുതിയ നിയമ മോശയായ ഈശോ ഒരു മലയുടെ മുകളിലേക്ക് കയറുന്നു. എന്നിട്ട് ആ കൽപ്പനകൾ ജനത്തിന് നൽകാൻ വേണ്ടി, പുതിയ നിയമ ജനതയ്ക്ക് നൽകാൻ വേണ്ടി ഇതാ മലയുടെ മുകളിലേക്ക് കയറുന്ന കർത്താവിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇതാണ്: പഴയ നിയമത്തിൽ മോശ കൽപ്പനകൾ സ്വീകരിച്ചതിന് ശേഷം താഴ്വരയിലേക്ക് ഇറങ്ങി വന്നു. പുതിയ നിയമത്തിലെ മോശയായ ഈശോ കൽപ്പനകൾ കൊടുക്കാൻ താഴേക്ക് ഇറങ്ങി വരികയല്ല ചെയ്തത്. പിന്നെ എന്താ ചെയ്തത്? താഴെ നിന്നവരെ മുകളിലേക്ക് വിളിക്കുക ചെയ്തത്. വിളിച്ചു എന്ന് ബൈബിളിൽ പറയുന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്: ശിഷ്യന്മാർ അടുത്തെത്തി, അവനിരുന്ന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ, ഇതിനെക്കുറിച്ച് ജോൺ ക്രിസോസ്റ്റം, അതുപോലെ തെർത്തുല്യൻ തുടങ്ങിയ സഭാപിതാക്കന്മാർ, വിശുദ്ധാത്മാക്കൾ വിവരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വാചകത്തെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: പഴയ നിയമ ജനത, അത് താഴ്വാരത്തിൽ നിൽക്കുന്ന ജനത, ആ ജനതയ്ക്കായി നൽകപ്പെട്ട നിയമം അത് താഴ്വാരത്തിലേക്ക് ഇറക്കി കൊണ്ടുവരാണ്. എന്നാൽ പുതിയ നിയമ തത്വങ്ങൾ താഴ്വാരത്തിൽ നിന്നാൽ മനസ്സിലാകില്ല. പുതിയ നിയമം ഒരിക്കലും താഴ്വരയിൽ നിന്നാൽ മനസ്സിലാകില്ല, താഴെ നിന്നാൽ മനസ്സിലാകില്ല. അത് മുകളിലോട്ട് കയറി ചെല്ലണം. അത് മുകളിലോട്ട് കയറി ചെല്ലുന്നവർക്ക് നൽകപ്പെടുന്നതാണ് പുതിയ നിയമ തത്വങ്ങൾ, പുതിയ നിയമ സംഹിത. മുകളിലേക്ക് കയറി, അത് കുറച്ചുകൂടെ ഉന്നതമായ ധാർമ്മികത, ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ നമുക്ക് നൽകുന്നതാണ് ഈ പുതിയ നിയമ തത്വങ്ങൾ. അതുകൊണ്ട് തന്നെ കേവലം ഒരു ബേസ് മാത്രം ഉള്ളത് കൊണ്ട് ഒരു വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ പുതിയ നിയമ യഥാർത്ഥത്തിൽ ഒന്ന് വായിക്കാനോ അത് മനസ്സിലാകാനോ അത് ജീവിക്കാനോ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ ആ വ്യക്തി ആത്മീയതയിൽ കുറെ വളർന്നാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണിത്. ഇങ്ങനെയാണ് തെർത്തുല്യനും അതുപോലെ ജോൺ ക്രിസോസ്റ്റം ഒക്കെ ഇതിനെ ഈ ഭാഗത്തെ, ഈ കൊച്ചു ഭാഗത്തെ വിശദീകരിക്കുന്നത്, അവതരിപ്പിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മൾ യഥാർത്ഥ പുതിയ നിയമ ജനതയാണെങ്കിൽ പുതിയ നിയമ തത്വങ്ങൾ ജീവിക്കാൻ നമ്മൾ അല്പം കൂടെ ഒന്ന് ആത്മീയതയിൽ വളരാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഇതൊന്നും മനസ്സിലാകുക പോലും ഉള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുക പോലും ഇല്ല. ഇതാണ് ആദ്യ വാചകത്തിൽ നിന്ന്. ഇനി മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ താഴ്വാരത്തിൽ നിന്നത് ജനക്കൂട്ടമാണെങ്കിൽ മലമുകളിലേക്ക് കയറി ചെന്നത് ശിഷ്യരാണ്. ജനക്കൂട്ടമല്ല കയറി ചെന്നത്, ശിഷ്യരാണ് കയറി ചെന്നത്. ഇത് മനസ്സിലാകണമെങ്കിൽ പുതിയ നിയമത്തിൽ തന്നെ 5-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലാണ് ഈ വാചകം നമ്മൾ വായിക്കണമെങ്കിൽ തൊട്ടുമുകളിൽ, അത് തൊട്ടു പുറകിലായിട്ട്, അതായത് ഈ 4-ാം അധ്യായം അവസാനിക്കുന്നത് വലിയൊരു ജനാവലി, ഈശോയെ അനുഗമിച്ച, യേശുവിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങൾ ഇതൊക്കെ കണ്ട് യേശുവിനെ അനുഗമിച്ച വലിയൊരു ജനാവലി, അത് യേശുവിൻ്റെ കൂടെ ഉള്ളതായി തൊട്ട് മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ 5-ാം അധ്യായം ആരംഭിക്കുന്നതും യേശു മലമുകളിലേക്ക് കയറി പോയപ്പോൾ യേശുവിനെ അനുഗമിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് ശിഷ്യന്മാർ മാത്രമോ, ആ വലിയ ജനാവലിയല്ല.
കാരണം ഇത് ആൾക്കൂട്ടത്തിന്, വലിയ ജനസമൂഹത്തിന് ഈ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. ഈ പുതിയ നിയമം മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുക എന്നതിനപ്പുറത്ത് അത് പ്രായോഗിക തലത്തിലേക്ക്, ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്, നല്ല പ്രയാസമുള്ളൊരു കാര്യമാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇതേക്കുറിച്ചൊക്കെ ആത്മീയ പിതാക്കന്മാർ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. പഴയ നിയമം അതൊരു പരിധി വരെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് ഒന്ന് ലഭിക്കുന്ന ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശയും, അതുപോലെ ഇത് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള ഭയവും. ഇതാണ് പഴയ നിയമം പാലിക്കാൻ ജനത്തെ പ്രേരിപ്പിച്ചിരുന്ന ഘടകം. പഴയ നിയമം നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഈ കൽപ്പന പാലിച്ചാൽ, ഈ നിയമം പാലിച്ചാൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുക. ഇതാണ് പഴയ നിയമം പറയുന്നത്. ഈ നിയമം പാലിച്ചാൽ, ഈ കൽപ്പന പാലിച്ചാൽ എന്തൊക്കെ കൃപകൾ കിട്ടും, എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടും എന്നാണ് പഴയ നിയമം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. അതുപോലെ തന്നെ ഇത് പാലിച്ചില്ലെങ്കിൽ, ഈ കൽപ്പന ലംഘിച്ചാൽ എന്തൊക്കെ ദുരിതങ്ങൾ സംഭവിക്കും, എന്തൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കും. അപ്പോൾ ആളുകൾക്ക് ഭയമുണ്ട്. ഇത് തെറ്റിച്ചാൽ സംഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് ഭയമുണ്ട്. ഇത് പാലിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച്, ശിക്ഷയെക്കുറിച്ചുള്ള ഭയമുണ്ട്. ആ ഭയത്തിൽ നിന്നാണ് ഒരു പരിധി വരെ ഈ പഴയ നിയമം വർക്ക് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക. ആത്മീയ പിതാക്കന്മാർ അങ്ങനെ പറയുക. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഭയം കാരണം അനുസരിക്കാൻ പറ്റുന്ന ഒന്നല്ല പുതിയ നിയമ തത്വങ്ങൾ. അത് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം പാലിക്കാൻ പറ്റുന്ന കാര്യമാണ്. യേശുവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ മാത്രം നമുക്ക് പാലിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നിങ്ങൾ എന്നെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും എന്നല്ല ഈശോ പറയുന്നേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ സ്നേഹിക്കാതെ, യേശു സ്നേഹത്തിൽ വളരാതെ, ആ സ്നേഹം ജ്വലിക്കാതെ നമുക്കൊരിക്കലും പുതിയ നിയമം പാലിക്കാൻ പറ്റില്ല. അത്ര പ്രയാസമാണ്. ഒരു പരിധി വരെ മാനുഷിക രീതിയിൽ ചിന്തിച്ചാൽ ഇത് അസാധ്യമാണ്. സ്നേഹമുണ്ടെങ്കിൽ ഇത് സാധ്യമാണ്, സ്നേഹമില്ലെങ്കിൽ ഇത് സാധ്യമല്ല. സ്നേഹമുണ്ടെങ്കിൽ പുതിയ നിയമം പാലിക്കുക സാധ്യമാണ്, സ്നേഹമില്ലെങ്കിൽ ഇത് സാധ്യമല്ല. സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത, സ്നേഹം എത്ര വലിയ ഭാരമുള്ള കാര്യവും സ്നേഹമുണ്ടെങ്കിൽ ആ ഭാരം അറിയില്ല എന്നുള്ളതാണ്. ഞാനൊരു സംഭവം കേട്ടിട്ടുള്ളത്, ഒരു കുട്ടി, അവൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഒരു 10 വയസ്സ് കാണുമായിരിക്കും, 10 വയസ്സുകാരൻ. അവനൊരു അനിയനുണ്ട്. അനിയൻ 1-ാം ക്ലാസ്സിൽ ചേരുന്ന സമയത്ത് ഈ അനിയനെയും കൊണ്ടാണ് ഈ 10 വയസ്സുള്ള 5-ാം ക്ലാസ്സുകാരൻ 5 വയസ്സുള്ള 1-ാം ക്ലാസ്സിലേക്ക് ചേരുന്ന തൻ്റെ അനിയനെയും കൂട്ടിക്കൊണ്ടാണ് എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകാറുള്ളത്. അതിലിപ്പോൾ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്ന കാര്യമൊക്കെ തന്നെയാണ്. എന്നാൽ ഇവൻ്റെ പ്രത്യേകത ഇതായിരുന്നു, ഈ കുട്ടിയുടെ അനിയന് അവന് 2 കാലുകളും ജന്മനാ തന്നെ പോളിയോ ബാധിച്ച് തളർന്ന അവസ്ഥയിൽ, 2 കാലിന് സ്വാധീനമില്ല. അപ്പോൾ സ്വാധീനമില്ലാത്ത ഈ കുട്ടി സ്കൂളിൽ എത്തണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് വേണം. അപ്പോൾ ഈ ചേട്ടൻ, ഇവൻ്റെ സ്വന്തം ചേട്ടൻ 10 വയസ്സുകാരൻ തൻ്റെ അനുജനെ തോളിലിരുത്താന്ന് വെച്ചാൽ ഇങ്ങനെ കഴുത്തിന് പുറകിലായിട്ട് ഇരുത്തി, കാല് രണ്ടും ഇങ്ങനെ ഷോൾഡറിൽ ഈ രീതിയിൽ താഴേക്ക് ഇട്ട് അവൻ്റെ 2 കൈയും ഇങ്ങനെ പിടിച്ച് അവൻ്റെ സ്വന്തം ബാഗും അനിയൻ്റെ ബാഗും ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ് ഇവൻ സ്കൂളിലേക്ക് പോവുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കുട്ടിക്ക് സ്വന്തം ബാഗിൻ്റെ ഭാരമുണ്ട്, അനുജൻ്റെ ഭാരമുണ്ട്, അനുജൻ്റെ ബാഗിൻ്റെ ഭാരമുണ്ട്. ഇങ്ങനെയാണ് ഈ 10 വയസ്സുള്ള 5-ാം ക്ലാസ്സുകാരൻ സ്കൂളിലേക്ക് പോകുന്നത്. ഇത് കാണുന്നവർക്കെല്ലാം തീർച്ചയായിട്ടും ഒരു കൗതുക കാഴ്ചയാണ്. എല്ലാവരും വളരെ അനുകമ്പയോടെയാണ് ഈ കുട്ടികളെ നോക്കാറുള്ളത്. വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെയാണ് അവരുടെ അല്ലെങ്കിൽ അവർ സ്കൂളിൽ പോകുന്ന രംഗം എല്ലാവരും നോക്കി നിൽക്കാറുള്ളത്. ഒരു ദിവസം വഴിയിൽ വെച്ച് ഒരു ഇച്ചിരി പ്രായമുള്ളൊരു അപ്പച്ചൻ, ഒരു ചേട്ടൻ ഈ കുട്ടികളെ കണ്ടപ്പോൾ വളരെ അനുകമ്പയോടെ, വളരെ അലിവോടെ, സ്നേഹത്തോടെ ഈ മൂത്തവനെ, അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സുകാരനെ, ചേട്ടനെ, അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവനോട് ഇങ്ങനെ അനുകമ്പയോടെ പറയാണ്, മോനെ വലിയ ഭാരമല്ലേ. ഇത് കേട്ടപ്പോൾ ഈ ചേട്ടൻ ആ അപ്പച്ചൻ്റെ മുഖത്തേക്ക് അല്പനേരത്തേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് അദ്ദേഹം ഈ പയ്യൻ ഇച്ചിരി അല്പം അമ്പരപ്പോടെ, അല്ലെങ്കിൽ അല്പം ആശ്ചര്യം എന്ന പോലെ ആ പയ്യൻ പറയാണ്, ഭാരമല്ല അനിയനാ. അനിയനെന്താ ഭാരം ഇല്ലേ? അനിയന് ഭാരമുണ്ട്. ഒരു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 വയസ്സുള്ളൊരു കുട്ടിക്ക് ഏകദേശം എത്ര തൂക്കം കാണും? ഏകദേശം എത്ര ഭാരം കാണും? തൂക്കി നോക്കിയിട്ടില്ലേ 1-ാം ക്ലാസ്സുകാരെ? നിങ്ങളുടെ ഉദ്ദേശം വെച്ച് പറ. ഒരു 18, 19, 20 കിലോ ആവറേജ് തൂക്കം കാണും. 5 വയസ്സുള്ള ഒരാൾക്ക് അത്രയും ഭാരം കാണും. പക്ഷേ ഈ പയ്യൻ പറയാണ്, ഭാരമല്ല അനിയനാ.
അനിയന് ഭാരം ഇല്ലേ? അനിയന് ഭാരമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ സ്നേഹം ആ ഭാരം അറിയാൻ, സ്നേഹം കാരണം ആ ഭാരം അറിയുന്നില്ല എന്നുള്ളതാണ്. സ്നേഹം കാരണം ആ ഭാരം അറിയുന്നില്ല. സ്നേഹം ഉണ്ടെങ്കിൽ ഭാരം അറിയില്ല. അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പോൾ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ സംവഹിക്കുമ്പോൾ ആ ഒരമ്മയ്ക്ക് ഭാരം ഉണ്ടോ? ഭാരമൊക്കെ ഉണ്ട്. കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഭാരം ഏകദേശം എത്രയുണ്ടാവും? ഒരു സാധാരണ ജനിക്കുന്നൊരു കുഞ്ഞിൻ്റെ തൂക്കം എത്രയാ? നിങ്ങളെന്തോ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നേ. എത്ര? ഒരു 2.5 കിലോ, 3 കിലോ, 3.5 കിലോ, 4 കിലോ അല്ലേ? ആവറേജ് നമുക്കൊരു 3 കിലോ തൂക്കം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയും ഭാരം ഈ 9 മാസ കാലയളവ് അമ്മ ഉദരത്തിൽ ചുമക്കുമ്പോൾ അമ്മയ്ക്ക് ഭാരമില്ലേ? 3 കിലോ 9 മാസം ചുമക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് പതുക്കെ പതുക്കെ വളർന്നു വരുന്നതാണ്. എന്നിരുന്നാൽ തന്നെയും ഒന്ന് ആലോചിച്ച് നോക്കി, 2-3 കിലോ ഭാരമുള്ളൊരു കല്ലെടുത്ത് വയറ്റത്ത് കെട്ടിവെച്ച് ആർക്കെങ്കിലും 9 മാസം നടക്കാൻ പറ്റുമോ? ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? കാശ് തരാമെന്ന് പറഞ്ഞാൽ പോലും ചെയ്യുമോ? ആരും ചെയ്യില്ല. പക്ഷെ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭാരമല്ല, മറിച്ച് അത് കുഞ്ഞാണ്. കുഞ്ഞെന്ന് പറയുമ്പോൾ സ്നേഹമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മയ്ക്കത് ഭാരമല്ല. അപ്പം സ്നേഹമുള്ളിടത്ത് ഭാരം അറിയില്ല. സ്നേഹമില്ലെങ്കിൽ ഒക്കെ ഭാരമാണ്. ഈ പുതിയ നിയമം പാലിക്കണമെങ്കിൽ സ്നേഹമില്ലാതെ, ഈശോനോട് സ്നേഹമില്ലാതെ നമുക്കിത് പാലിക്കാൻ പറ്റില്ല. നമുക്കിത് പാലിക്കുക സാധ്യമല്ല. കുരിശിൻ്റെ വഴി പ്രാർത്ഥനാ പുസ്തകത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ, അല്ലെങ്കിൽ അതിൽ ആറാമത്തെ സ്ഥലം ഏതാണ്? 6ാം സ്ഥലം ധ്യാനിക്കുന്നത് എന്തിനെയാണ്? ഏതാ? വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്ന രംഗമാണ് 6ാം സ്ഥലം. ഈ 6ാം സ്ഥലത്ത് നമുക്ക് അത്ഭുതകരമായി തോന്നുന്നൊരു കാര്യമുണ്ട്. അത്ഭുതകരമായിട്ട് തോന്നുന്നൊരു കാര്യം, എങ്ങനെയാണ് ഈ സ്ത്രീക്ക് ഇത്രയും വലിയൊരു ധൈര്യം ലഭിക്കുന്നത്? അസാമാന്യ ധൈര്യമല്ലേ? ഈ പട്ടാളക്കാരിങ്ങനെ തല്ലിച്ചതച്ചു കൊണ്ടുപോകുന്ന ഒരാൾ, ആ യേശുവിൻ്റെ വലിയ വീരശൂര പരാക്രമികളായ ശിഷ്യന്മാരൊന്നും കൂടെ ഇല്ല. ഒരിക്കൽ യേശുവിനെ ബന്ധിക്കാൻ വന്ന സമയത്ത് വാളെടുത്ത് വീശിയ ആളാണ് പത്രോസ്. ആ പത്രോസൊന്നും ഇപ്പോൾ കൂടെയില്ല, ആരും കൂടെയില്ല. അപ്പോഴാണ് ഒരു സ്ത്രീ, എങ്ങനെ ഇതിന് ധൈര്യം കിട്ടിയെന്നുള്ളതാണ് ചോദ്യം. എവിടെ നിന്ന് ഈ ധൈര്യം കിട്ടിയെന്നുള്ളതാണ് ചോദ്യം. അവൾക്ക് എന്തു സംഭവിക്കാം? ഈശോയെ തല്ലി ചതയ്ക്കും പോലെ അവളെയും അവർ തല്ലി ചതയ്ക്കാം, ഒരുപക്ഷെ കൊന്നുകളയാം. ആരും ചോദിക്കാനൊന്നും ഉണ്ടാകണമെന്നില്ല. എന്തു സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും ഈ പട്ടാളക്കാർക്കിടയിലൂടെ ആ സ്ത്രീ, ആ പെൺകുട്ടി എങ്ങനെ ഓടി കർത്താവിൻ്റെ അടുത്തെത്തി? അത് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഇതാണ് പ്രിയപ്പെട്ടവരെ. മനോഹരമായൊരു വാക്യം നമ്മൾ ആ കുരിശിൻ്റെ വഴി പ്രാർത്ഥനാ പുസ്തകം, ആ ബേലച്ചൻ്റെ പുസ്തകമാണെങ്കിൽ അതിൽ ഒരു സുന്ദരമായ വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. സുന്ദരമായ വാക്യം. എന്താണ് ആ വാക്യം? സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. സ്നേഹം ഒരിക്കലും പ്രതിബന്ധം അറിയില്ല. പ്രതിബന്ധം എന്ന് പറഞ്ഞാൽ തടസ്സം. സ്നേഹം തടസ്സം അറിയില്ല. സ്നേഹത്തിനൊന്നും ഭാരമല്ല. സ്നേഹമില്ലെങ്കിൽ എല്ലാം ഭാരമാണ്. സ്നേഹം ഇല്ലെങ്കിൽ എല്ലാം ഭാരമാണ്. സ്നേഹം ഉണ്ടെങ്കിൽ ഒന്നും നമുക്ക് ഭാരമല്ല. സ്നേഹം ഉണ്ടെങ്കിൽ ഭാരമല്ല. സ്നേഹം ഉണ്ടെങ്കിൽ തടസ്സം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത് വേറൊന്നുമല്ല. നമുക്ക് ഈ പുതിയ നിയമം ജീവിക്കണമെങ്കിൽ, പാലിക്കണമെങ്കിൽ സ്നേഹമില്ലാതെ, ഈശോയോട് അതുപോലെ സ്നേഹമില്ലാതെ, അതുകൊണ്ട് ഈശോ തന്നെ പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അവിടെ തന്നെ കർത്താവ് പിന്നെയും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാം. അപ്പോൾ കൽപ്പനകൾ പാലിച്ച് സ്നേഹത്തിൽ നിലനിൽക്കുക, അഥവാ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ കൽപ്പന പാലിക്കാൻ സാധിക്കുകയുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനോടുള്ള ആഴമായൊരു സ്നേഹം ജ്വലിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ മാത്രമേ യഥാർത്ഥ പുതിയ നിയമ ജനതയായി, യഥാർത്ഥ ക്രിസ്ത്യാനികളായി, യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമുക്ക് ഈശോ ഇരുന്നു പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. പഠിപ്പിക്കാൻ തുടങ്ങാണ്. ഈശോ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഈശോ ആദ്യം പറയുന്നത് ചില ഭാഗ്യങ്ങളെക്കുറിച്ചാണ്. ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ ഉറപ്പായും അവൾ സ്വീകരിക്കേണ്ട 8 ഭാഗ്യങ്ങളെ പറ്റി പറഞ്ഞിട്ടാണ് ഈശോ ഈ പ്രബോധനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. 8 ഭാഗ്യങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇനി കേൾക്കാൻ പോണത് അതാണ്. എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ആ ഭാഗ്യങ്ങൾ? എന്താണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഭാഗ്യങ്ങൾ? ഉറപ്പായും നമ്മൾ സ്വീകരിക്കേണ്ട ഭാഗ്യങ്ങൾ എന്താണ്? പിന്നെ ഭാഗ്യങ്ങളെ കുറിച്ച് പറയാൻ പോവാണ്. ഈ ഭാഗ്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ, ഭാഗ്യം, ഭാഗ്യവാൻ, ഭാഗ്യവതി എന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന അർത്ഥം? അതും അറിയില്ലേ? എന്താ ഭാഗ്യം, ഭാഗ്യവാൻ, ഭാഗ്യവതി എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുക? ഇപ്പോൾ ലോട്ടറി അടിച്ചു, ഒരു 3-4 കോടി രൂപ ഒരാൾക്ക് കിട്ടിയാൽ നമ്മൾ അയാളെ എന്ത് വിളിക്കും? ഭാഗ്യവാൻ എന്ന് വിളിക്കും. ഇഷ്ടംപോലെ പണം, ഇഷ്ടംപോലെ സമ്പത്ത്, നല്ല ജോലി, നല്ല ശമ്പളം, നല്ല ആരോഗ്യം, വീട്ടിലെ നല്ല വലിയ വീട്, ബംഗ്ലാവ്, കാറ് എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ നോക്കി നമ്മൾ പൊതുവെ വിളിക്കും ഭാഗ്യവാൻ, ഭാഗ്യവതി എന്ന്. പക്ഷേ ഈ അളവുകോലും വെച്ച് ഈ ഭാഗ്യം അളക്കാൻ വരരുത്. സുവിശേഷ ഭാഗ്യം അളക്കാൻ വരരുത്. സുവിശേഷത്തിൻ്റെ ഭാഗ്യം നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്ന കാര്യങ്ങളല്ല, അതിന് വ്യത്യസ്തമാണ് സുവിശേഷത്തിൻ്റെ ഭാഗ്യങ്ങൾ. നമ്മൾ ഒത്തിരി വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും ഈശോ പറയുന്ന ഭാഗ്യം, ഒരു ക്രിസ്തു ശിഷ്യന് ശരിക്കും ഉണ്ടായിരിക്കേണ്ട ഭാഗ്യം, ആ ഭാഗ്യം എന്താണ്
എന്ന് ഈ 8 കാര്യങ്ങൾ ഈശോ അവതരിപ്പിക്കുന്നതിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ ഭാഗ്യത്തിൻ്റെ ഉടമകളായി, അത്തരം ഭാഗ്യമുള്ളവരായി, ഭാഗ്യവതിയായി നമുക്ക് മാറാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ആ 8 ഭാഗ്യങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ഒരു വ്യക്തിയിൽ എന്ത് സംഭവിക്കണം, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിത്തീരണം, എന്ത് ഗുണമാണ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടത്, എന്ത് ഗുണമുണ്ടെങ്കിലാണ് ഈ 8 ഭാഗ്യങ്ങൾ ലഭിക്കുക എന്ന് ഈ വചനഭാഗം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ഭാഗ്യമായിട്ട് ഈശോ അവതരിപ്പിച്ച ഭാഗ്യം ഏതാ? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രർ, അങ്ങനെയുള്ളവർക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞത്? ആ സ്വർഗരാജ്യം അവരുടേതാണ്. അപ്പൊ സ്വർഗരാജ്യം എന്ന കൃപ ലഭിക്കാൻ സാധിക്കണമെങ്കിൽ, അത്തരമൊരു ഭാഗ്യം ലഭിക്കണമെങ്കിൽ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണം ഏതാണ്? ആത്മാവിൽ ദരിദ്രനായിരിക്കുക. ഇതിൽ ഈ ദാരിദ്ര്യം അല്ലെങ്കിൽ ദരിദ്രൻ എന്നൊക്കെയുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ദരിദ്രൻ അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന വാക്കിൻ്റെ ഒക്കെ അർത്ഥം നമുക്കറിയാം. എന്നാൽ ആത്മാവിൽ ദരിദ്രൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അറിയാവോ? ആത്മാവിൽ ദരിദ്രൻ, പുവർ ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആത്മാവിൽ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മീയ ദാരിദ്ര്യമാണോ? അതാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ നമുക്കുണ്ടല്ലോ. ആത്മീയ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മീയതയുടെ കുറവ്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ കുറവ്, അല്ലെങ്കിൽ കൗദാശിക ജീവിതത്തിൻ്റെ പോരായ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണോ ഈ സംഭവം? അല്ല. ആത്മാവിൽ ദരിദ്രർ, ആത്മീയ ദാരിദ്ര്യം അല്ല, ആത്മാവിൽ ദരിദ്രർ. എന്താ സംഭവം? ആത്മാവിൽ ദരിദ്രർ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ, സിമ്പിളായി ലളിതമായി പറഞ്ഞാൽ സമ്പൂർണമായി കർത്താവിനെ ആശ്രയിക്കുക. ഇതിനെയാണ് നമ്മൾ ആത്മാവിൽ ദരിദ്രർ ആയിരിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സമ്പൂർണമായി കർത്താവിനെ ആശ്രയിക്കുക എല്ലാ കാര്യത്തിലും. നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴാണ് കർത്താവിനെ ആശ്രയിക്കുക? ആവശ്യങ്ങൾ വരുമ്പോഴാണ്, നിസ്സഹായത വരുമ്പോഴാണ് നമ്മൾ പൊതുവെ കർത്താവിനെ ആശ്രയിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ നിസ്സഹായരല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ ആശ്രയിക്കണമെന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് ഭയങ്കര തലവേദന, എന്താ ചെയ്യുക? അല്ലെങ്കിൽ ചെറിയൊരു പനി വന്നു, എന്താ ചെയ്യുക? സാധാരണ ഇതിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പനി വന്നപ്പോൾ വാങ്ങിയ ഗുളിക ബാക്കിയുണ്ടോ എന്ന് മേശവലിപ്പ് തുറന്നു നോക്കും, അലമാര തുറന്നു നോക്കും. ഡോളോ 4 ഇരിപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ആ ഗുളിക ഒരു നേരം ഒരെണ്ണം കഴിച്ചു, അടുത്ത നേരം കഴിച്ചു, ഒരു ദിവസം കഴിച്ചു, 2 ദിവസം കഴിച്ചു. മാറിയില്ലെങ്കിൽ നമ്മൾ എവിടെ പോകും? ആസ്പത്രി പോകും. ഡോക്ടർ പരിശോധിച്ചിട്ട് ഈ പനി, തലവേദന എന്തോ ഒരു വശപ്പശക്കുള്ളതുപോലെ ഡോക്ടർക്ക് തോന്നുന്നു. ഡോക്ടർ പറയാണ്, നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി, തലയ്ക്കകത്ത് എന്തുണ്ട്? ട്യൂമർ, മുഴയുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്തു തുടങ്ങും? അപ്പോഴൊന്നും ചെയ്യില്ലേ നിങ്ങൾ? അപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. തലവേദന വന്നപ്പോഴോ നമ്മൾ തമ്പുരാനെ ആശ്രയിച്ചോ? തലവേദന വന്നപ്പോഴാണോ തമ്പുരാനെ ആശ്രയിച്ചേ? അത് ട്യൂമർ വന്നപ്പോഴാണോ തമ്പുരാനെ ആശ്രയിച്ചേ? പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ദരിദ്രൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രനായിരിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്തിലും ഏതിലും, നിനക്ക് നിസ്സഹായത ഉള്ളപ്പോഴും നിനക്ക് നിസ്സഹായത ഇല്ലാത്തപ്പോഴും, നിനക്ക് ആവശ്യമുള്ളപ്പോഴും നിനക്ക് ആവശ്യമില്ലാത്തപ്പോഴും, വർഷത്തിൽ 365 ദിവസവും, ദിവസത്തിൽ 24 മണിക്കൂറും, മണിക്കൂറിൽ 60 മിനിറ്റും, മിനിറ്റിൽ 60 സെക്കൻഡും നീ കർത്താവിനെ ആശ്രയിക്കുക. ഇതാണ് ആത്മാവിൽ ദരിദ്രനായിരിക്കുക. ഇതിന് ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. അത് ഭൗതിക ദാരിദ്ര്യം എന്താണെന്ന് മനസ്സിലായാൽ ആത്മാവിലെ ദാരിദ്ര്യം, അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം പിടികിട്ടും. ഭൗതിക ദാരിദ്ര്യം, ഞാനൊരു ക്ലാസ്സിൽ, നമ്മുടെ ദാനിയേലച്ചൻ്റെ ക്ലാസ്സിൽ കേട്ടൊരു ഉദാഹരണമാണ് പറയുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഞാനൊരു ഒരു ദരിദ്രൻ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ദാരിദ്ര്യമുള്ള ഒരു പിച്ചക്കാരൻ, കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് കരുതുക. ഒന്നുമില്ല എൻ്റെ കയ്യിൽ, പിച്ചക്കാരനാണ്. പക്ഷേ എനിക്കൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്താണെങ്കിൽ അതിസമ്പന്നനായ കോടീശ്വരനായ ഒരു സുഹൃത്ത്. എന്ന് മാത്രമല്ല, അദ്ദേഹം നല്ല മനുഷ്യനാണ്, എന്നോട് അതുപോലെ സ്നേഹമാണ്, ഞാൻ എന്ത് ചോദിച്ചാലും തരാൻ സഹായിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരു സുഹൃത്ത് എനിക്കുണ്ടെന്നും കരുതുക. അപ്പം എനിക്ക് വിശന്നു, ഭയങ്കര വിശപ്പ്. വിശന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെല്ലുന്നു. കാരണം എൻ്റെ കയ്യിലൊന്നുമില്ല, ഒറ്റ രൂപ പോലും ഇല്ല, 1 മണി അരി പോലും ഇല്ല. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്ന് എനിക്ക് വിശക്കണമെന്ന് പറയുന്നു. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്തു? അവൻ്റെ വീട്ടിൽ നല്ല ഒന്നാന്തരം ഭക്ഷണമുണ്ട്. എന്നെ അവിടെ മേശപ്പുറത്ത് ഇരുത്തി, അവിടെ കൊണ്ടുവന്നിരുത്തി, ഡൈനിങ് ടേബിളിൽ അവിടെ കൊണ്ടുവന്നിരുത്തി എനിക്ക് ആ ഭക്ഷണമൊക്കെ തരുന്നു. ഞാൻ മാക്സിമം കഴിക്കുന്നു. കഴിച്ചിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ അന്ന് വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം കൂടെ പൊതിഞ്ഞ് എനിക്ക് തരുന്നു. ഞാൻ അതുമായിട്ട് പോകുന്നു, വൈകുന്നേരം അത് കഴിക്കുന്നു. അപ്പോൾ ഉച്ചയ്ക്കലത്തെയും വൈകുന്നേരത്തേക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി. അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണത്തിനുള്ള പണം തരുന്നു, ഞാൻ പുറത്തു പോയി ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു. അങ്ങനെ എൻ്റെ ഭക്ഷണം ഉള്ള പ്രശ്നം അതോടെ മാറി. വൈകുന്നേരമായി, ഒരു ശക്തമായിട്ട് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഭയങ്കര മഴ, എനിക്ക് തണുത്തിട്ട് പാടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ കൂട്ടുകാരൻ്റെ കാര്യം ഓർത്ത് ഞാൻ കൂട്ടുകാരനെ വീണ്ടും കാണാൻ ചെല്ലുന്നു. അദ്ദേഹത്തോട് പറയുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ കിടന്നോ? അയ്യോ, എനിക്ക് ഇവിടെ കിടന്ന് ഉറക്കാൻ പറ്റില്ല, എനിക്ക് വീട്ടിൽ തന്നെ പോയി കിടക്കണം. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് പുതപ്പെടുത്ത് തരുന്നു, കമ്പിളി തരുന്നു, വസ്ത്രം തരുന്നു. ഞാനതുമായിട്ട് വീട്ടിൽ പോകുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. പക്ഷേ മഴയൊക്കെ കൊണ്ടതുകൊണ്ട് ചെറിയൊരു പനി വന്നു.
പനി വന്ന് പിറ്റേ ദിവസം എനിക്ക് ആസ്പത്രിയിൽ പോകണം. ആസ്പത്രിയിൽ പോകാൻ വേണ്ടി ഞാൻ വീണ്ടും, എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു രൂപ പോലും ഇല്ല. ഞാൻ കൂട്ടുകാരനെ വിളിച്ച് കാര്യം പറയുന്നു. അന്നേരം കൂട്ടുകാരൻ വന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ തന്നെ എന്നെ ആസ്പത്രി കൊണ്ടുപോകുന്നു. അത് എല്ലാ ചികിത്സാ ചെലവും കൂട്ടുകാരൻ തന്നെ വഹിക്കുന്നു. എല്ലാം കൂട്ടുകാരൻ തന്നെ ചെയ്യുന്നു. എന്തല്ല കൂട്ടുകാരനല്ലേ? ഇങ്ങനെ ഒരു കൂട്ടുകാരൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. അങ്ങനത്തെ ഒരു കൂട്ടുകാരനെ ഭൂമിയിൽ കണ്ടുപിടിക്കുക ഇച്ചിരി പ്രയാസം എന്നല്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ സംബന്ധിച്ചിടത്തോളം മരണം വരെ ഞാൻ ദരിദ്രനാണ്. പക്ഷേ മരണം വരെ ഞാൻ ഗതികേടുകാരനല്ല. എനിക്ക് എന്താവശ്യമുണ്ടോ അതൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളുണ്ട്. ഇത് ഭൗതിക ദാരിദ്ര്യം. ഈ ഭൗതിക ദാരിദ്ര്യത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മാവിൽ ദരിദ്രനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. അതിസമ്പന്നനായ, സർവ്വനന്മയായ, സർവശക്തനായ, സർവസമ്പന്നനായ ഒരു ദൈവം എനിക്കുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിലും വിശ്വാസത്തിലും എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും പൂർണ്ണമായി കർത്താവിനെ ആശ്രയിക്കുക. അത് ഇന്ന കാര്യമൊന്നുമില്ല. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാ സമയങ്ങളിലും സമ്പൂർണ്ണമായിട്ട് കർത്താവിനെ ആശ്രയിക്കുക. ഇതിന് വിളിക്കുന്ന പേരാണ് ആത്മാവിൽ ദരിദ്രനായിരിക്കുക. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥം അതാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ചുതിൽ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റേതായൊരു പ്ലാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്ലാനുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാനിപ്പോൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ എനിക്ക് 10-ാം ക്ലാസ് പാസ്സായതിനു ശേഷം +2 ഇന്ന സ്ഥലത്ത് പഠിക്കണമെന്നായിരിക്കും. +2 കഴിയുമ്പോൾ ഒരു കോഴ്സ്, ഉദാഹരണത്തിന് ഇപ്പോൾ നഴ്സിംഗിന് ചേർന്ന് പഠിക്കണമെന്നായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് IELTS ഒക്കെ പാസ്സാകണമെന്നായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എനിക്ക് ഒന്നുകിൽ UK-യിലേക്കോ അല്ലെങ്കിൽ ജർമ്മനിയിലേക്കോ യൂറോപ്പിൽ എവിടെയെങ്കിലും പോകണമെന്നായിരിക്കും. ഇത് എൻ്റെ പ്ലാൻ. 10-ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ സ്കൂൾ ജീവിതകാലം മുതലുള്ള എൻ്റെ പ്ലാൻ ഇന്നത് കഴിഞ്ഞാൽ ഇന്നത് പഠിക്കുക, ഇന്നത് കഴിഞ്ഞാൽ ഇന്നത് പഠിക്കുക, ഇന്നത് കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് പോവുക, ഇന്ന ജോലി മേടിക്കുക, ഇന്ന രീതിയിൽ. ഇത് എൻ്റെ പ്ലാൻ. ഇത് എൻ്റെ ജീവിതത്തെ പറ്റി എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്കുള്ള പ്ലാൻ. ഇനി എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവിനൊരു പ്ലാനുണ്ട്. കർത്താവിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലാൻ, ഒരു പദ്ധതി കർത്താവിനുണ്ട്. ചോദ്യം ഇതാണ്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കുള്ള പ്ലാനാണോ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവിനുള്ള പ്ലാനാണോ? ഏതായിരിക്കും ബെസ്റ്റ് പ്ലാൻ? ഉറപ്പാണോ? എന്നിട്ടിപ്പോൾ അതാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു പ്ലാനുണ്ട്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവിനൊരു പ്ലാനുണ്ട്. ഇതിലേതായിരിക്കും ബെസ്റ്റ് പ്ലാൻ? ബെസ്റ്റ് പ്ലാൻ എന്തായാലും കർത്താവിൻ്റെ ആയിരിക്കും. കാരണം എന്താ? ഒന്നാമത്, കർത്താവ് സർവ്വ നന്മയാണ്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരു തിന്മ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്, കർത്താവ് സർവ്വശക്തനാണ്. എല്ലാം കർത്താവിന് സാധ്യമാണ്. മൂന്നാമത്, കർത്താവ് സർവ്വജ്ഞാനിയാണ്. കർത്താവിന് എൻ്റെ ഭാവി കൂടെ അറിയാം. അപ്പോൾ എങ്ങനെ നോക്കിയാലും എല്ലാ അർത്ഥത്തിലും കർത്താവിൻ്റെ സ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിരിക്കും. കർത്താവിൻ്റെ പ്ലാൻ സൂപ്പർ പ്ലാൻ, ബെസ്റ്റ് പ്ലാൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പ്ലാൻ, ആ പദ്ധതി, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച് എൻ്റെ കർത്താവിൻ്റെ പദ്ധതി എന്താ, പ്ലാൻ എന്താ എന്ന് അറിയാൻ ശ്രമിക്കുകയും പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ ഹിതം അറിയാൻ ശ്രമിക്കുകയും ആ ഹിതം മനസ്സിലാക്കുകയും അത് നിറവേറ്റുകയും അത് മാത്രം നിറവേറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ആത്മാവിൽ ദരിദ്രർ ആയി മാറുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാക്യത്തെ വിശേഷിപ്പിക്കുക കീവേഡ് അഥവാ താക്കോൽ വാക്യമായിട്ടാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവനായി, പുതിയ നിയമം മുഴുവനായി, സുവിശേഷം മുഴുവനായി നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒറ്റ വാക്യത്തെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആത്മാവിൽ ദരിദ്രനായിരിക്കുക, സമ്പൂർണമായ ആശ്രയത്വം, കർത്താവിനെ പൂർണ്ണമായും ആശ്രയിക്കുക എല്ലാ കാര്യത്തിലും. ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിസ്സഹായത വരുമ്പോൾ മാത്രമല്ല, ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും ഓരോ സെക്കൻഡിലും കർത്താവിനെ ആശ്രയിക്കുക. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും ആ കരുണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈശോയുടെ ചിത്രം ഏത് വിധത്തിലൊക്കെ വരയ്ക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട സംഗതിയിൽ നിരന്തരം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായിട്ട് കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. ഈശോയെ, ഞാൻ നിന്നെ ആശ്രയിക്കുന്നു. എപ്പോഴും ആശ്രയിക്കുക, എല്ലാറ്റിലും ആശ്രയിക്കുക, സകല കാര്യങ്ങളിലും കർത്താവിനെ ആശ്രയിക്കുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ പ്ലാൻ, എൻ്റെ ജീവിതത്തിൻ്റെ പ്ലാൻ ഞാൻ ഉണ്ടാക്കുകയല്ല, മറിച്ച് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ ഞാൻ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തിന് എന്താ പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി എന്താ, അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം, കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്, കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്, അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്. കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്, കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്, അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്. അപ്പോൾ കർത്താവിനെ ആശ്രയിച്ചാൽ അവഗണിക്കപ്പെടുകയില്ല, കർത്താവിനെ ആശ്രയിച്ചാൽ പരിത്യക്തരാക്കപ്പെടുകയില്ല, കർത്താവിനെ ആശ്രയിച്ചാൽ ഭഗ്നാശരാകേണ്ടി വരികയില്ല. അപ്പോൾ സമ്പൂർണ്ണമായിട്ട് കർത്താവിനെ ആശ്രയിക്കുക. യെശയ്യാ 40:31, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ദൈവത്തിൽ ആശ്രയിച്ചാൽ, ഇപ്പോൾ നീ തളർന്നൊരവസ്ഥയിലാണെങ്കിൽ, രോഗപീഠകളാകാം, സാമ്പത്തിക ഞെരുക്കങ്ങളാകാം, എന്തുവായിക്കൊള്ളട്ടെ, കർത്താവിനെ ആശ്രയിച്ചാൽ നീ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. തമ്പുരാനെ ആശ്രയിച്ചാലുള്ള പ്രത്യേകത, കർത്താവിൻ്റെ വഴി നമുക്ക് മനസ്സിലാവും, കർത്താവിൻ്റെ വഴി മനസ്സിലാവും, ഒപ്പം ആ വഴിയിലൂടെ നടക്കാൻ വേണ്ട ശക്തിയും കിട്ടും. കർത്താവിൻ്റെ വഴിയും മനസ്സിലാവും, അതിൽ കൂടെ നടക്കാനുള്ള ശക്തിയും കിട്ടും. ഇതാണ് ആശ്രയിച്ചാലുള്ള ഗുണം. ഉറക്കെ പറഞ്ഞ് ഹാലേലൂയ, സ്വരമുയർത്തി പറഞ്ഞ് ഹാലേലൂയ. സ്വന്തം കഴിവുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ആഴമായ ബോധ്യം, ഒരു 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 ഹ്യൂമിലിറ്റി, ഒരു എളിമ, അത് നമ്മൾ സ്വന്തമാക്കാൻ. എൻ്റെ കഴിവുണ്ട്, ഈശോ പോലും അതല്ലേ പറയണത്, സ്വമേധയ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന്. ആരാ പറയണേ? ഈശോയെ പറയുന്നേ. സ്വമേധയ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന്. അത് ഈശോനാണ്. പിന്നെന്ത് പറയുന്നു? എന്നെ കൂടാതെ നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതെ, പിതാവിനെ ആശ്രയിക്കാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5:19 ഇങ്ങനെയാണ് വായിക്കുന്നത്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. യോഹന്നാൻ 15:5 നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മുന്തിരിച്ചെടിയോട് അതിൻ്റെ ശാഖ ചേർന്ന് നിന്നാൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കൂ എന്ന് പറയുന്ന പോലെ, ഈശോ എന്ന തായ്തണ്ടിനോട് നമ്മൾ ചേർന്ന് നിന്നാൽ നമുക്കും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. അപ്പോൾ സമ്പൂർണ്ണമായ ആശ്രയത്വമാണ് യഥാർത്ഥത്തിൽ ഈ പുവർ ഇൻ സ്പിരിറ്റ് അഥവാ ആത്മാവിൽ ദരിദ്രർ ആയിരിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹാലേലൂയ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യം, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. എന്ന് വെച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയുടെ മുകളിലും ഒരു ശാപം കിടപ്പുണ്ടെന്ന്. തമ്പുരാനെ ആശ്രയിക്കാതെ ചെയ്താൽ അതൊരു നല്ല കാര്യമാണെങ്കിൽ പോലും നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ അച്ഛൻ ഇവിടെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് തമ്പുരാനെ ആശ്രയിച്ചും ചെയ്യാം, ആശ്രയിക്കാതെയും ചെയ്യാം. ചെയ്യുന്ന പ്രവൃത്തി അതിൽ തന്നെ നല്ല കാര്യമാണ്, വചനപ്രഘോഷണമാണല്ലോ, ഈശോയെ പറ്റിയാണല്ലോ പറയുന്നത്. ഇത് ആശ്രയിച്ചും ചെയ്യാം, ആശ്രയിക്കാതെയും ചെയ്യാം. പ്രവൃത്തിയാലെ തന്നെ നന്മയായിരിക്കുമ്പോഴും കർത്താവിനെ ആശ്രയിക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രവൃത്തിയുടെ മേൽ പോലും ഒരു ശാപം കിടക്കും. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇപ്പോൾ നമ്മൾ ദാനധർമ്മം ചെയ്യുന്നു, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു, എന്തുവാകട്ടെ പൂർണ്ണമായും കർത്താവിനെ ആശ്രയിച്ചിട്ട് ചെയ്യുക, സമ്പൂർണ്ണമായി കർത്താവിനെ ആശ്രയിച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മേലൊക്കെ ഒരു ശാപം കിടക്കുമെന്ന സൂചനയാണ് ഈ വചനം നമുക്ക് നൽകുക. ഈ ദൈവാശ്രയത്വത്തിൻ്റെ, പൂർണ്ണ ആശ്രയത്വത്തിൻ്റെ വിപരീത ദിശയിൽ വരുന്ന ഒന്നാണ് നമ്മുടെ ഈ കോൺഫിഡൻസ്, നമ്മുടെ കഴിവിലുള്ള ആത്മവിശ്വാസം, നമ്മുടെ തന്നെ കഴിവിലുള്ള ആത്മവിശ്വാസം. ഈ നമ്മുടെ തന്നെ കഴിവിലുള്ള ആത്മവിശ്വാസം കൊണ്ട് കൊടുക്കേണ്ടി വരുന്ന വില ബൈബിളിൽ ചില സൂചനകളൊക്കെ ബൈബിൾ നമുക്ക് തരുന്നുണ്ട്. അതിലൊന്നാണ് പഴയ നിയമത്തിൽ നമ്മുടെ മോശ എന്ന പ്രവാചകൻ, ഏറ്റവും ശക്തനായ പ്രവാചകൻ, ഏറ്റവും ശക്തനായ നേതാവ്, അത്രയും അഭിഷേകവും ശക്തിയുള്ള ഒരു പ്രവാചകൻ, ഒരു നേതാവിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വേറെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? അതുപോലെ അഭിഷേകമുള്ള ഒരു മനുഷ്യൻ, അതുപോലെ ഒരു ചെങ്കടൽ, ഒരു വടി നീട്ടി ഒരു ചെങ്കടലിനെ രണ്ടായി കീറി മുറിക്കാൻ മാത്രം അഭിഷേകമുള്ള ഒരു മനുഷ്യൻ, ഒരു പാറയിൽ തട്ടി ആ പാറയിൽ നിന്ന് ഒരു ജനതയ്ക്ക് മുഴുവൻ ആവശ്യമുള്ള വെള്ളം ഒഴുക്കാൻ മാത്രം അഭിഷേകം നിറഞ്ഞിരുന്നൊരു മനുഷ്യൻ. അതുപോലെ 10-20 ലക്ഷം ജനങ്ങളെ 40 വർഷം മരുഭൂമിയിൽ കൂടെ നയിച്ച് കാനാൻ നാട്ടിലേക്ക് കയറ്റി വിട്ടൊരു മനുഷ്യൻ, അതുപോലത്തെ ഒരു മനുഷ്യൻ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു അബദ്ധം പറ്റി, ഒരു വലിയൊരു അബദ്ധം പറ്റി. നമുക്ക് അത്ഭുതകരമായി തോന്നാവുന്ന, ആശ്ചര്യകരമായി തോന്നാവുന്ന ഒന്നാണ്. അതായത് ഈ മോശ പ്രവാചകൻ ജനവുമായിട്ട് മരുഭൂമിയിലൂടെ പോകുമ്പോൾ ജനത്തിന് ദാഹിച്ചു,
മോശയ്ക്കെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. മോശ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ഇതാണ് സമ്പൂർണ്ണമായിട്ട് ആശ്രയത്വമാണ്. സമ്പൂർണ്ണമായിട്ട് ദൈവത്തെ ആശ്രയിച്ചു. ദൈവത്തെ വിളിക്കുന്നു. ദൈവം പറഞ്ഞു, നീ പോയി ആ വടി കയ്യിലെടുക്കുക, പോവുക, പാറയോട് കൽപ്പിക്കുക, പാറയിലടിക്കുക. മോശ പോയി പാറയോട് കൽപ്പിച്ചു, പാറയിലടിച്ചു, വെള്ളം ഒഴുകി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഊഹിക്കണം, എത്ര ജനമുണ്ട് അവിടെ? 20 ലക്ഷത്തിലധികം വരുന്ന ജനമാണ്. ഇവർക്ക് മുഴുവൻ കുടിക്കണമെങ്കിൽ എന്തോരം വെള്ളം വേണം? ഒരു പുഴ തന്നെ അവിടെ ഒഴുകി കാണണം. ഒരു പുഴ, അല്ലാണ്ട് ഇത്രയും ജനമില്ലേ? 20 ലക്ഷത്തോളം വരുന്ന ജനത്തിന് കുടിക്കണമെങ്കിൽ അവിടെ ഒരു പുഴ തന്നെ. അത് കരിമ്പാറ പിളർന്ന് മരുഭൂമിയിൽ പുഴയൊഴുക്കാൻ മാത്രം അഭിഷേകമുള്ള ഒരു മനുഷ്യൻ. അത്ര കൃപയാണ് ദൈവം ഈ മോശയ്ക്ക് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് ഇതേ സംഭവം വീണ്ടും ആവർത്തിക്കുകയാണ്. ജനത്തിന് വീണ്ടും ദാഹം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വരൾച്ച, അല്ലെങ്കിൽ വീണ്ടും ദാഹം ഉണ്ടാകുന്നു. ജനം പിറുപിറുക്കുന്നു. മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ദൈവം പറയുന്നു, പോയി പാറയോട് കൽപ്പിക്കാൻ. മോശ പോയി പാറയോട് കൽപ്പിച്ചു. കൂട്ടത്തിൽ എന്തും കൂടെ ചെയ്തു, വടി കൊണ്ടൊന്ന് അടിച്ചു. ഇപ്രാവശ്യം എന്ത് പറഞ്ഞിട്ടില്ല ദൈവം? അടിക്കാൻ പറഞ്ഞിട്ടില്ല. പാറ പിളർന്നു, വെള്ളം ഒഴുകി, വീണ്ടും 20 ലക്ഷത്തിലധികം വരുന്ന ജനം സംതൃപ്തരായിട്ട് കുടിച്ചു. അത്ഭുതം നടന്നു. ദൈവം മോശയെ നാണം കെടുത്തിയൊന്നുമില്ല, അത്ഭുതം നടന്നു. പക്ഷേ ഈ ഒറ്റ പ്രവൃത്തി കാരണം മോശയ്ക്ക് നഷ്ടപ്പെട്ടത് എന്താ? മോശയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആ കാനാൻ നാട്ടിലൊന്ന് കാലുകുത്താന്നുള്ളത്. പക്ഷെ ദൈവം അനുവദിച്ചില്ല. നമുക്കിത് വായിക്കുമ്പോൾ ഒരു പിടിയും കിട്ടാത്തതാണ്. ഇത്ര നിസ്സാരമായ കാര്യത്തിനോ, ഇത്രയും നിസ്സാരമായൊരു കാര്യം, ആ വടി കൊണ്ടൊന്ന് പാറപ്പുറത്തൊരു തട്ട് തട്ടിയത് ഇത്ര വലിയ കാര്യമാണോ? ഇത്ര വലിയ പ്രശ്നം പിടിച്ച എന്തെങ്കിലും കാര്യമാണോ? ഒരു ആയുസ് മുഴുവൻ കർത്താവിനെ മാത്രം ഹൃദയത്തിൽ കൊണ്ടു നടന്ന് അതുപോലെ ജീവിച്ചൊരു മനുഷ്യൻ. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർക്കണ പോലെ ഈ ജനത, എപ്പോഴും പരാതി പറയുന്ന ഒരു ജനം, എപ്പോഴും പിറുപിറുക്കുന്ന ഒരു ജനം, എപ്പോഴും ശല്യം മാത്രം അങ്ങനത്തെ ഒരു ജനതയെ അമ്മ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കണ പോലെ കൊണ്ടു നടന്നൊരു പാവം മനുഷ്യൻ, തമ്പുരാനോട് വിശ്വസ്തത പുലർത്താത്ത ഒരു നിമിഷം പോലും ആ മനുഷ്യൻ്റെ ജീവിതത്തിലില്ല. ആ ഒരു പാവം മനുഷ്യൻ ഈ നിസ്സാര കാര്യം, എന്ത് പാറപ്പുറത്ത് വടികൊണ്ട് 2 അടി അടിച്ചു, ഇത് ഇത്ര വലിയ പ്രശ്നമാണോ? എനിക്ക് നമ്മുടെയൊക്കെ കാര്യം എന്താവും എന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഒരു അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് നിസ്സാര കാര്യം. ഇവിടെ പ്രവൃത്തി എന്നതിനപ്പുറത്ത് ഈ മോശയുടെ മനോഭാവത്തിലെ ഒരു പ്രോബ്ലമാണ് ആത്മീയ പിതാക്കന്മാരോട് ചൂണ്ടിക്കാണിക്കുന്നത്. മോശ അല്പനേരത്തേക്കെങ്കിലും സ്വന്തം കഴിവിൽ ഉള്ളൊരു വിശ്വാസം, അഥവാ ഈ ആത്മവിശ്വാസം എന്ന് പറയില്ലേ, സ്വന്തം കഴിവുള്ളൊരു വിശ്വാസം, ഈ പാറയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട വെള്ളം എടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കണേന്ന് ചോദിച്ചിട്ടാണ് പാറപ്പുറത്ത് അടിച്ച്. അപ്പം അതിൽ നിന്ന് ആറ്റിറ്റ്യൂഡ് വ്യക്തമാകാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ചീള് കേസാ, എനിക്ക് സാധിക്കും, ഞാനല്ലത് ചെയ്യുന്നേ, ദൈവമാണത് ചെയ്യണേ എന്നുള്ളത് ഒരു നിമിഷം നേരത്തേക്കെങ്കിലും മോശം ഒന്ന് മറന്നു കാണുമായിരിക്കും, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാകില്ല. മോശയെ നമ്മൾ കുറ്റം പറയണതല്ല, പക്ഷെ ആ നിസാരമായ കാര്യം പോലും എത്ര വലിയൊരു പ്രത്യാഘാതം മോശയുടെ ജീവിതത്തിൽ ഉണ്ടാക്കി. സത്യത്തിൽ ദൈവം മോശയെ ശിക്ഷിക്കണതൊന്നുമല്ല, കാരണം ഈ ഒരു പ്രവൃത്തി കാരണം മോശയ്ക്ക് സ്വർഗം നഷ്ടപ്പെടരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. മോശയ്ക്ക് സ്വർഗം നഷ്ടപ്പെടരുതെന്ന്. ഇത് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകണമെങ്കിൽ ബൈബിളിൻ്റെ അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോഴാണ്. യൂദാസിൻ്റെ ഒരു ലേഖനമുണ്ട്. ഇത് യൂദാസ് കറിയാത്തയുടെ ലേഖനമല്ല, യൂദാസിൻ്റെ ഒരു ലേഖനം ബൈബിളിലുണ്ടല്ലോ. വെളിപാട് പുസ്തകത്തിനൊക്കെ മുമ്പായിട്ട്, യോഹന്നാൻ്റെ ലേഖനങ്ങൾക്കൊക്കെ മുമ്പായിട്ട് നമ്മൾ യൂദാസിൻ്റെ ഒരു അധ്യായമേ ഉള്ളൂ. അതിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, മോശയുടെ ശരീരത്തെ ചൊല്ലി പ്രധാന ദൂതനായ മിഖായേൽ സാത്താനോട് തർക്കിച്ചപ്പോൾ നിന്നാവചനമായ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഒരു വചനം നമ്മൾ അവിടെ ആ യൂദാസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, യൂദായുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. എന്താ സംഭവം? അതൊരു പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ആ വാക്യം എഴുതപ്പെട്ടിട്ടുള്ളത്. ആത്മീയ പിതാക്കന്മാർ പറയണ അതിൻ്റെ വ്യാഖ്യാനം ഇതാണ്. അതായത് മോശ മരിച്ചപ്പോൾ മൗണ്ട് നെബോ മലയുടെ മുകളിൽ അവിടെ വെച്ചാണ് മരിക്കുന്നത്. അവിടെ വെച്ച് മോശയുടെ ശരീരത്തെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആര് വന്നു? മിഖായേൽ ദൈവദൂതൻ വന്നു. മിഖായേൽ വന്ന അതേ സെക്കൻഡിൽ തന്നെ ആരും വന്നു? സാത്താനും വന്നു, പിശാചും വന്നു. പിശാച് പറഞ്ഞത് എനിക്കുള്ളതാണ്. അതെങ്ങനെ ശരിയാകും? മോശേനെ എങ്ങനെ ഇതുപോലത്തെ ഒരു പ്രവാചകനെ മേൽ തനിക്ക് അവകാശം സ്ഥാപിക്കാൻ പിശാച് എങ്ങനെ സാധിക്കും? പക്ഷേ പിശാച് ഇത് വെറുതെ വന്ന് പറയണതല്ല. പിശാചിന് ഒരു അവകാശം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവകാശം? മോശ ഒരിക്കൽ ദൈവഹിതത്തിന് നിന്ന് വ്യത്യാസപ്പെട്ടൊരു കാര്യം, അഥവാ ദൈവത്തിൽ ആശ്രയിക്കാതെ തന്നിൽ തന്നെ ആശ്രയിച്ചൊരു കാര്യം ചെയ്തു. ആ കാര്യം ക്ലെയിം ചെയ്ത് മോശയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? പിശാച് വന്നത്. എന്നാൽ മോശ ചെയ്ത പ്രവൃത്തിയുടെ പരിണിതഫലം മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് അതിൻ്റെ പരിഹാരം അന്നേ തന്നെ ദൈവം മോശയെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. എന്തിനാണെന്നറിയാവോ അന്ന് പരിഹാരം ചെയ്യിച്ചത്? അല്ലെങ്കിൽ ഇന്ന് ആര് കൊണ്ടുപോകും? സാത്താൻ കൊണ്ടുപോകും. അത് കൊണ്ടുപോകാതിരിക്കാൻ, അതായത് ദൈവ പദ്ധതികളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ബൈബിളിൻ്റെ ആദ്യ പുസ്തകങ്ങളിൽ പറയുന്ന ഈ സംഭവത്തിൻ്റെ പുറകിലുള്ള ദൈവപരിപാലനം എന്താണെന്ന് മനസ്സിലാക്കാൻ ബൈബിളിൻ്റെ അവസാന പുസ്തകങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് പിടികിട്ടുന്നത്. ദൈവം പലപ്പോഴും ചില കാര്യങ്ങൾ നിഷേധിക്കുന്നതിൻ്റെ പുറകിലെ കാരണം
അത് ഉപരി നന്മയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. മോശ പലവട്ടം ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് കാലു കുത്തിയാൽ മതി, ജസ്റ്റ് അവിടെ പോയി ഒന്ന് കാലു കുത്തിയാൽ മതി, എന്നെ ഒന്ന് അനുവദിക്കുക. പക്ഷേ ദൈവം അനുവദിച്ചില്ല. നീ ഇനി കാര്യനോട് ചോദിക്കേ വേണ്ട, ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒന്ന് കണ്ടോ, ആ ദേശം ഒന്ന് കണ്ടോ, എന്നോട് മിണ്ടേ വേണ്ടെന്നാണ് കർത്താവ് ഈ വിഷയത്തിൽ മോശ അപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്. അതിൻ്റെ കാരണം ദൈവത്തിനറിയാം ഈ മോശയുടെ മേൽ അവകാശം സ്ഥാപിക്കാൻ ഒരാൾ വരുമെന്ന്. അന്നേരം ദൈവം പറയും, എൻ്റെ മകൻ മോശ എന്തെങ്കിലും ഒരു കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവനതിന് പരിഹാരവും ചെയ്തിട്ടുണ്ട്, അഥവാ ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിനക്കിനി അവൻ്റെ മേലൊരു അവകാശവും ഇല്ല, മോശ സ്വർഗത്തിലുള്ളതാണ്. മോശയോട് ദൈവം അന്ന് പറയാതെ പറഞ്ഞ കാര്യം ഇതാണ്, നീ കാലു കുത്തേണ്ടത് കാനാൻ നാട്ടിലല്ല, മറിച്ച് സ്വർഗനാട്ടിലാണ് എന്നും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇപ്പോൾ മോശയുടെ ഈ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സംഭവത്തെ ധ്യാനിക്കുമ്പോൾ മോശയുടെ ഈ ആത്മവിശ്വാസം, അഥവാ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു സ്വയം അങ്ങനെ കരുതി കുറച്ച് നേരത്തേക്ക് അങ്ങനെ വിശ്വസിച്ചു പോയി. ഒരൊറ്റ ചിന്ത മോശയ്ക്ക് സംഭവിച്ച ഒരു വലിയ സ്വപ്നം പൂർത്തീകരിക്കപ്പെടും. ഒരു ആയുസ്സിൻ്റെ സ്വപ്നമാണെന്ന് ഓർക്കണം. എത്ര വർഷം അതിനു വേണ്ടി അലഞ്ഞു, എത്ര കഷ്ടപ്പാട് അതിനുവേണ്ടി സഹിച്ചു, എന്നിട്ടും അതിൻ്റെ പടിവാതിൽക്കൽ വരെ എത്താനേ പറ്റിയുള്ളൂ എന്ന് പറയുമ്പോൾ ഓർക്കണം, സമ്പൂർണ്ണമായ ദൈവാശ്രയത്വത്തിൽ വരുന്ന കുറവുകൾ എത്ര വലിയ പ്രത്യാഘാതങ്ങളാണ് നമ്മളിൽ സൃഷ്ടിക്കുക എന്ന്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. മറ്റൊരു വാക്ക് ബൈബിളിൽ ഉപയോഗിക്കുന്നത് നിർജീവ പ്രവൃത്തി എന്നാണ്. നിർജീവ, കർത്താവിൽ ആശ്രയിക്കാതെ ചെയ്യുന്ന ആത്മീയ പ്രവൃത്തിയെ വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുക നിർജീവ പ്രവൃത്തി എന്നാണ്. അപ്പോൾ നമ്മൾ ഈ 8 ഭാഗ്യങ്ങളിൽ, ഈശോ അരുളി ചെയ്യുന്ന 8 ഭാഗ്യങ്ങളിൽ ആദ്യത്തെ ഒരു ഭാഗ്യത്തെക്കുറിച്ച് മാത്രമാണ് ഇതുവരെ സംസാരിച്ചത്. ആത്മാവിൽ ദരിദ്രർ ആയിരിക്കുക എന്ന് വെച്ചാൽ എപ്പോഴും ദൈവത്തെ ആശ്രയിക്കുക, സമ്പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിക്കുക, സകല കാര്യങ്ങളും ദൈവത്തെ ആശ്രയിക്കുക. അത് താക്കോൽ വാക്യമാണ്, കീ വേർഡാണ്. ഇത് ശരിക്ക് പിടികിട്ടിയാൽ ബാക്കിയുള്ളതൊക്കെ വേഗത്തിൽ സുവിശേഷം മുഴുവനും മനസ്സിലാക്കാൻ, പുതിയ നിയമം മുഴുവൻ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. സമ്പൂർണ്ണമായി നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഇതാണ് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വാക്യത്തിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ ആഗ്രഹിച്ച്, എല്ലാറ്റിലും കർത്താവിൽ ആശ്രയിക്കാനുള്ള ഒരു കൃപ ലഭിക്കാൻ ആഗ്രഹിച്ച് വലതുകരം ഉയർത്തി ഉറക്കെ ഒരു പ്രൈസിലോട് പറഞ്ഞേ. 2 കരങ്ങൾ ഉയർത്തി പ്രൈസിലോട് പറഞ്ഞേ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഒരു 3 പ്രാവശ്യം പറഞ്ഞേ. ഉറക്കെ ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ ഭാഗ്യം എന്താന്ന് നോക്കാം. രണ്ടാമത്തെ ഭാഗ്യം ഈശോ പറയുന്നു, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതാണ് രണ്ടാമത്തെ ഭാഗ്യം, അവർക്ക് ആശ്വാസം കിട്ടുമെന്ന്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം കിട്ടുന്നു. വിലപിക്കുക, എന്തായാലും രക്ഷപ്പെട്ടു, ഏതായാലും വേറെ ഒരു പുണ്യമില്ലെങ്കിലും അത് നമ്മുടെ ഉണ്ടല്ലേ. ആവശ്യത്തിൽ കൂടുതൽ കരച്ചിലും വിലാപവും, ആവശ്യത്തിൽ കൂടുതൽ സങ്കടവും ദുഃഖവും വിഷമമൊക്കെ ഉള്ളവരാണ് നമ്മൾ. പക്ഷേ ആ സങ്കടമല്ല ഈ പറയുന്ന സങ്കടം, അഥവാ ഈ പറയുന്ന വിലാപം. ഇവിടെ പറയുന്ന വിലാപം അഥവാ നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന വിലാപം എന്താണ്? നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന വിലാപം. നമ്മൾ സാധാരണഗതി വിലപിക്കുന്നത്, കരയണത് എന്തിനെ പ്രതിയാ? ഒരു സങ്കടവും ഇല്ലാത്തവരാണോ നിങ്ങൾ? എൻ്റെ ദൈവം, ഇത്രയും സന്തോഷമുള്ളവർ ആദ്യമായിട്ട് കാണാം. നമ്മൾ സാധാരണഗതിയിൽ സങ്കടപ്പെടുന്നത്, വിലപിക്കുന്നത് എന്തിനെ പ്രതിയാ? നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, നൊമ്പരങ്ങൾ, വീഴ്ചകൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ, ഇതെല്ലാം ഓർത്താണ് നമ്മൾ സാധാരണ വിലപിക്കാറുള്ളത്, സാധാരണ സങ്കടപ്പെടാറുള്ളത്, സാധാരണ കരയാറുള്ളത്. ആ സങ്കടത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ആ വിലാപത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ഭാഗ്യം ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്നത് 2 തരത്തിലുള്ള 2 കാരണങ്ങളെ പ്രതി വിലപിക്കുന്നവരാണ്. 2 കാരണങ്ങളെ പ്രതി. ഒന്ന്, സ്വന്തം ആത്മാവിൻ്റെ രക്ഷയോർത്ത് വിലപിക്കുന്നവർ. 2, മറ്റുള്ളവരുടെ ആത്മാവിൻ്റെ രക്ഷയോർത്ത് വിലപിക്കുന്നവർ. ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയും. ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയും. ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ നോക്കി, എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ നോക്കി, അതിലെ കുറവുകൾ, പോരായ്മകൾ നോക്കി ഞാൻ ദുഃഖിക്കുകയും ഭാരപ്പെടുകയും ചെയ്താൽ, അഥവാ മറ്റു രീതിയിൽ പറഞ്ഞാൽ പശ്ചാത്താപത്തെ, അനുതാപത്തെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാപം കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കാനും, സ്വന്തം ആത്മാവിലെ പാപക്കറകൾ ഓർത്ത് കർത്താവിനോട് മാപ്പി ചോദിക്കാനും, അതോർത്ത് ഹൃദയം ദുഃഖിക്കാനും ഇടവരുമ്പോഴാണ്, അതാണ് ഒന്നാമത്തെ ഈ വിലാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. നമ്മൾ കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് ഒരു കുമ്പസാരം, നല്ലൊരു കുമ്പസാരം നടത്തണമെങ്കിൽ എത്ര കാര്യങ്ങൾ വേണം? 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. നല്ല കുമ്പസാരം ആവണമെങ്കിൽ 5ഉം വേണം. എങ്കിലും ഈ 5ൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? 5 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? അതിൽ രണ്ടാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഏതാ? പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക. കാരണം ഈ പശ്ചാത്താപമില്ലാതെ കുമ്പസാരിച്ചാൽ കുമ്പസാരം യഥാർത്ഥ കുമ്പസാരം അല്ല, വാലിഡ് കൺഫെഷൻ അല്ല എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പശ്ചാത്താപം? പശ്ചാത്താപം എന്താണെന്നറിയാവോ? അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാര്യം. അതായത് പാപത്തെ ഓർത്ത്
പാപത്തെ ഓർത്ത് ആത്മാവ് അനുഭവിക്കുന്ന ദുഃഖമാണ് ഈ പശ്ചാത്താപം അഥവാ അനുതാപം. ആത്മാവിൻ്റെ ദുഃഖം, ആത്മാവിൻ്റെ ദുഃഖം, ആത്മാവിൻ്റെ ദുഃഖം. എൻ്റെ പാപം എൻ്റെ കർത്താവിനെ വേദനിപ്പിച്ചല്ലോ എന്ന ചിന്ത എൻ്റെ ഉള്ളിൽ ഒരു നൊമ്പരമായി നീറ്റലായി മാറുന്നതാണ്. ആത്മാവ് അനുഭവിക്കുന്ന ദുഃഖമാണ് യഥാർത്ഥത്തിൽ പശ്ചാത്താപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പശ്ചാത്താപം. അപ്പോൾ ഈ ദുഃഖമാണ്, ഈ സ്വന്തം പാപമോർത്ത് എൻ്റെ കർത്താവിന് എൻ്റെ പാപം മൂലം വേദനിപ്പിച്ചല്ലോ എന്ന ചിന്ത എൻ്റെ ആത്മാവിലൊരു ദുഃഖമായി മാറുമ്പോൾ അതാണ് വിലാപത്തിൻ്റെ ഒന്നാമത്തെ തലം. ഒന്നാമത്തെ. അതുകൊണ്ടാണ് ഈ ദുഃഖം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വലിയ വലിയ വിശുദ്ധാത്മാക്കളും അവരുടെ ചെറിയ ചെറിയ പാപങ്ങൾ, ചെറിയ എന്ന് വെച്ചാൽ അത്ര നിസ്സാരമായ, നമുക്കൊന്നും അതൊരു പാപമായിട്ട് പോലും തോന്നണമെന്നില്ല, അതുപോലത്തെ നിസ്സാരമായ കാര്യങ്ങൾ ഓർത്തു പോലും അവർ വാവിട്ട് കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൗലോസ്ലീഹ സ്വയം വിശേഷിപ്പിച്ചത് എന്താണ്? ഞാൻ പാപികളിൽ ഒന്നാമനാണ്. ഇതാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. ഇനി വിശുദ്ധ ചാവറപ്പിതാവ് ഈ സക്രാരിയുടെ മുൻപിൽ മുട്ടുകുത്തി കരം വിരിച്ച് കരഞ്ഞുകൊണ്ട് ഉറക്കെ നിലവിളിച്ചിരുന്നതായി ഇങ്ങനെയാണ് ചരിത്ര പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കണേ. ഞാൻ പാപിയാണ് കർത്താവേ, ഞാൻ പാപിയാണ്. ചുമ്മാ അത് കരഞ്ഞുകൊണ്ട് ശരിക്കും താനൊരു പാപിയാണെന്ന് ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഞാൻ പാപിയാണ് കർത്താവേ, പാപിയാണ്. അല്ലെങ്കിൽ വിശുദ്ധ എവുപ്രാസ്യാമ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഞാനൊരു നീച പാപിയാണ്. ഇത് ഏത് വിശുദ്ധരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാലും നമ്മൾ കാണുന്നൊരു കാര്യമോ, അവരൊക്കെ സ്വയം ഒരു മഹാപാപികളായി അല്ലെങ്കിൽ നീചപാപികളായി സ്വയം അങ്ങനെ സ്വയം മനസ്സിലാക്കിയിരുന്നവരാ. എന്നാൽ അവരുടെ പാപം എന്താണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ പറയത്തക്ക ഒന്നുമില്ല. പിന്നെ എന്താ ഇവരിങ്ങനെ സ്വയം ഞാൻ പാപിയാണെന്ന് അങ്ങനെ സ്വയം പറഞ്ഞിരുന്നതിൻ്റെ കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക. ഇപ്പോൾ ഇതൊരു വെളുത്ത ലോവയാണ്. ഈ വെളുത്ത ലോവയിൽ അല്പം എന്തെങ്കിലും അഴുക്കായെന്ന് കരുതുക, ചെളിയായെന്ന് കരുതുക. ഇപ്പോൾ ഇവിടെ മുഴുവൻ ഇരുട്ടാണെങ്കിൽ ഇത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അല്പം വെളിച്ചമുണ്ടെങ്കിലോ കുറേശ്ശെ കാണാം. നല്ല വെളിച്ചമാണെങ്കിലോ തെളിഞ്ഞ് കാണാം. അങ്ങനെയാണെങ്കിൽ ഒരു പാപം ചെയ്യുമ്പോൾ എൻ്റെ ആത്മാവിൽ കറ പിടിക്കുന്നു. ഈ ആത്മാവിലെ കറ അത് എനിക്ക് കാണാൻ പറ്റണമെങ്കിൽ ഞാൻ വെളിച്ചത്തിലേക്ക് വരണം. ഇരുട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല, വെളിച്ചത്തിലേക്ക് വരണം. വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളിൽ ഒരാൾ സ്വയം അവകാശപ്പെടുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് അഥവാ വെളിച്ചമാണ്. അതാരാ? ഈശോ. അപ്പോൾ വെളിച്ചത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈശോയിലേക്ക് വരിക. ഈശോ എന്ന വെളിച്ചത്തിലേക്ക് അടുത്ത് വരും തോറും നമ്മുടെ ആത്മാവിൻ്റെ കറ കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈശോ എന്ന വെളിച്ചത്തിൽ നിന്ന് അകന്ന് പോകും തോറും ആത്മാവ് എങ്ങനെ പരിശോധിച്ചാൽ ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാകുകയില്ല. നിങ്ങൾക്കിനി ഒരു രഹസ്യം പറഞ്ഞു തരട്ടെ. ഈ കുമ്പസാരിക്കാൻ വരുന്ന ആളുകൾ ചിലപ്പോൾ 20 കൊല്ലം 25 കൊല്ലം 30 കൊല്ലം 40 കൊല്ലമൊക്കെ എത്തി ചിലപ്പോൾ കുമ്പസാരിക്കാത്ത ആളുകൾ ചിലപ്പോൾ കുമ്പസാരിക്കാൻ വരാറുണ്ട്. പ്രത്യേകിച്ചും താമസമുള്ള ധ്യാനങ്ങളിലൊക്കെ ഇങ്ങനെ വരുന്നവരിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഏകദിനത്തിന് വരുന്നവരിലാണെങ്കിലും കുമ്പസാരിക്കാൻ വരുന്നവരിൽ ചിലർ പറയാറുണ്ട് 20 കൊല്ലമായി 25 കൊല്ലമായി 30 കൊല്ലമായി 40 കൊല്ലമായി എന്നൊക്കെ പറയാറുണ്ട്. അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. ഇത്രയും വർഷം എത്തി കുമ്പസാരിക്കുന്ന വ്യക്തികൾ ഭൂരിപക്ഷം പേരുടെ കാര്യത്തിലും കണ്ടിട്ടുള്ളത് അവർക്ക് പറയാൻ 2, 3, 4 പാപമേ ഉള്ളൂ. 30 വർഷമായി കുമ്പസാരിച്ചിട്ട് പക്ഷെ 3 പാപം തികച്ച് പറയാനില്ല. 30, 40, 35 വർഷമായി കുമ്പസാരിച്ചിട്ട് പക്ഷേ 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് 3 മിനിറ്റ് അല്ല 2, 3 വാക്ക് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പാപമില്ലാഞ്ഞിട്ടാണോ ചോദിക്കുകയാണ്? പാപമില്ലാഞ്ഞിട്ടാണോ? അല്ല. പിന്നെ എന്താ ഇല്ലാത്തത്? പാപബോധമില്ലാഞ്ഞിട്ടാണ്. പാപമല്ല ഇല്ലാത്തത്, പാപബോധമാണ് ഇല്ലാത്തത്. പാപബോധം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈ ആത്മാവിൻ്റെ അവസ്ഥ കാണാൻ പറ്റണം. ആത്മാവിൻ്റെ അവസ്ഥ കാണാൻ പറ്റണമെങ്കിൽ വെളിച്ചത്തിലേക്ക് വരണം. നമ്മൾ ഈ കുമ്പസാരത്തിൻ്റെ ദിവസങ്ങൾ നീണ്ടു പോകുന്നതിനനുസരിച്ച്, കുമ്പസാരത്തിൻ്റെ ദിവസങ്ങൾ അകന്നകന്ന് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ആത്മാവിൽ വ്യാപിക്കുന്ന ഒരു ഇരുട്ട് നമുക്ക് മനസ്സിലാകണമെന്നില്ല. പതുക്കെ ഇരുട്ടിലേക്ക് പോവാണ്. എന്താ സംഭവിക്കണമെന്ന് അറിയോ? പിന്നെ മാരക പാപം ചെയ്താൽ പോലും മനസ്സിന് ഒരു വിഷമവും തോന്നുന്നില്ല. കാരണം അത് പാപമായിട്ട് തോന്നണില്ല. മാരക പാപം പോലും പാപമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ വിശുദ്ധരുടെ കുമ്പസാര രീതികൾ പരിശോധിക്കുമ്പോൾ ഇവരിങ്ങനെ കൂടെ കുമ്പസാരിച്ചിരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഞാൻ ഒരു അച്ഛൻ്റെ പ്രസംഗത്തിൽ കേട്ടതാണ്. എനിക്കതിൻ്റെ ഇതൊന്നും ഞാൻ വായിച്ച് സ്ഥിരീകരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്നാൽ ഞാൻ കേട്ടത് എങ്ങനെയാണ്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഴ്ചയിൽ ഒരു ദിവസം കുമ്പസാരിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം കുമ്പസാരിക്കാറുണ്ടെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. വിശുദ്ധ മദർ തെരേസ ഒന്നരാടം കുമ്പസാരിക്കാറുണ്ടെന്ന്, ഒന്നിടവിട്ട്. വിശുദ്ധ ഡൊമിനിക് സാവിയോ എല്ലാ ദിവസവും കുമ്പസാരിക്കാറുണ്ടെന്ന്. വിശുദ്ധ അമ്മത്രേസ്യ പലപ്പോഴും ഒരു ദിവസം തന്നെ 3 പ്രാവശ്യമൊക്കെ കുമ്പസാരിക്കാറുണ്ടെന്ന്. എല്ലാ ദിവസവും അല്ല, പലപ്പോഴും അങ്ങനെ ഒരു ദിവസത്തിൽ തന്നെ 3 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ കുമ്പസാരിക്കാറുണ്ടെന്ന്. ഇതൊക്കെ പോട്ടെ. ഇനി പാദ്രോപ്പിയോ ആ വിശുദ്ധനെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ മരണത്തിനടുത്ത ദിവസം, മരണത്തോടടുത്ത അവസാനത്തെ ദിവസങ്ങളിൽ അദ്ദേഹം 14, 15, 16 വട്ടമൊക്കെ കുമ്പസാരിച്ചിട്ടുണ്ട്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരാൾ ഒരു ദിവസമെന്ന് ഓർക്കണേ, ഒരു ദിവസം ഇത്രയും പ്രാവശ്യം, ഒരു 16 പ്രാവശ്യം ഒരാൾ ഒരു ദിവസം കുമ്പസാരിച്ചു എന്ന് പറഞ്ഞാൽ, അപ്പം മിനിമം ഒരു 16 പാപമെങ്കിലും ചെയ്താലല്ലേ 16 വട്ടം കുമ്പസാരിക്കേണ്ടതുള്ളൂ. ഈ മഹാവിശുദ്ധൻ എന്താണ് ഈ 16 പാപം ചെയ്തു എന്ന് പറയുമ്പോൾ അർത്ഥം ഉദ്ദേശിക്കുന്നത്? അതായത് അവർ ചെയ്ത പാപം എന്താണെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നി. ഇതൊക്കെ പാപമാണ്, ഇതിനൊക്കെ ആരാ പാപം എന്ന് പറഞ്ഞേ? ഇതൊക്കെ എങ്ങനെ പാപമാകുന്നേ? അവരെന്തിനാ പാപം എന്ന് കണക്കാക്കിയിരുന്നതെന്ന് അറിയാവോ? ദൈവത്തിൻ്റെ മഹാപരിശുദ്ധിയോട് ചേർന്ന് പോകാത്ത എന്തെല്ലാം കറ എൻ്റെ ആത്മാവിലുണ്ടോ അതൊക്കെ അവരെ ഭാരപ്പെടുത്താണ്. വാവിട്ട് കരഞ്ഞ് കുമ്പസാരത്തിനായി കർത്താവിൻ്റെ അടുത്തേക്ക് അണയാണ്. ദൈവിക പരിശുദ്ധിയോട് ചേർന്ന് പോകാത്ത എന്തെല്ലാം, അതെൻ്റെ കാഴ്ചയോ നോട്ടമോ എൻ്റെ വാക്കോ എൻ്റെ പ്രവൃത്തിയോ പെരുമാറ്റമോ എൻ്റെ ചിന്തയോ എന്തും ആകട്ടെ, ദൈവമെന്ന മഹാപരിശുദ്ധിയോട് ചേർന്ന് പോകാത്ത എന്തെല്ലാം കാര്യം, അതെത്ര നിസ്സാരമാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരം, വലിയ ഹൃദയഭാരം. മനസാക്ഷി എത്ര നിർമ്മലവും ശുദ്ധവുമാണ് അത്രത്തോളം ചെറിയ പാപങ്ങൾ നമ്മളെ വേദനിപ്പിക്കും. സിമ്പിളായിട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ കാലിൻ്റെ അടിഭാഗം, ഉപ്പൂറ്റി എന്നൊക്കെ പറയില്ല, ഉപ്പൂറ്റിയുടെ ഭാഗം, അവിടെ ഇപ്പോൾ ഒരു ബ്ലേഡ് കൊണ്ട് ഒരു വര വരഞ്ഞു എന്ന് കരുതുക. നല്ല മൂർച്ചയുള്ള ബ്ലേഡ് എടുത്തു, അപ്പോൾ നല്ല തയമ്പുള്ള കാലാണെങ്കിൽ, ഉപ്പൂറ്റിയിൽ നല്ലപോലെ തയമ്പുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ വരഞ്ഞാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാല് മുറിയാൻ സാധ്യതയില്ല, അങ്ങനെ ചോരയൊന്നും വരാൻ സാധ്യതയില്ല. അല്ല കട്ടിയുള്ള തയമ്പാണെങ്കിൽ അടിഭാഗത്ത് ഒന്ന് ബ്ലേഡ് കൊണ്ട് വരഞ്ഞാലും. പക്ഷെ അതേ ബ്ലേഡ് കൊണ്ട് നമ്മുടെ ഉള്ളംകണ്ണിൽ, നമ്മുടെ കണ്ണിനകത്ത് കൃഷ്ണമണിയിൽ ഒരു വര വരച്ചാലോ? അയ്യോ, അത് കേൾക്കുമ്പോൾ തന്നെ എന്തോ കണ്ണിനൊക്കെ വേദന വരണ പോലെ അല്ലേ? എന്താ കാരണം? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്ന് പറഞ്ഞ പോലെ മനസാക്ഷി വല്ലാതെ കട്ടിയായാൽ എത്ര വലിയ പാപവും നമുക്ക് പാപമായിട്ട് തോന്നില്ല. മനസാക്ഷി എത്ര നിർമ്മലവും ശുദ്ധവുമായി മാറിക്കൊണ്ടിരിക്കുന്നു, എത്രമാത്രം ഹൃദയശുദ്ധിയിൽ വളരുന്നു, അത്രമാത്രം നിസ്സാര വീഴ്ച പോലും, ചെറിയ പാപം പോലും വല്ലാത്ത ഭാരം വരുത്തും. അതാണ് വിശുദ്ധർ ഇങ്ങനെ കൂടെ കുമ്പസാരിക്കാനുള്ള കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് സ്വന്തം പാപങ്ങളെക്കുറിച്ച് ഓർത്തുള്ള വിലാപമാണ്, കരച്ചിലാണ്. 2, മറ്റുള്ളവരുടെ പാപം ഓർത്തുള്ള കരച്ചിൽ, എന്ന് വെച്ചാൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹം. ഈ ലോകം ഒത്തിരി മനുഷ്യർ വലിയ പാപത്തിലും മാരക പാപത്തിലും തിന്മയിലും നിരന്തരമായിരിക്കുന്നു. അവർക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ, പശ്ചാത്താപം ഉണ്ടാകാൻ, അവരും രക്ഷപ്പെടാൻ, അവരും എൻ്റെ കൂടപ്പിറപ്പുകളാണ്, സഹോദരങ്ങളാണ്, അവരും സ്വർഗ്ഗ അവകാശമാക്കണം. കാരണം ഈശോയ്ക്ക് അവരൊക്കെ മക്കളാണ്. സകലരും, ഏത് മതം, വർഗം, ജാതി, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഈശോയ്ക്ക് എല്ലാവരും സ്വന്തം മക്കളാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും രക്ഷപ്പെടണം എന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം, ദൈവപിതാവിൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ ആഗ്രഹം, അതേ ദാഹം, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അതേ വിശപ്പ്, അതേ ദാഹം എൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ, അത് യേശുവിൻ്റെ ദാഹത്തിൽ ഞാൻ പങ്കാളിയാവാണ്. അത് നിറയുമ്പോൾ ഈ നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർത്ത് ഹൃദയം പടയാൻ തുടങ്ങും, ഹൃദയം വേദനിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് പരിഹാരം ചെയ്യാൻ തുടങ്ങും. പ്രാർത്ഥന വഴി, ത്യാഗം വഴി, ഉപവാസം വഴി, നോയമ്പെടുത്ത് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളത് കാഴ്ചവെക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതിൻ്റെ ഒരു പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന. എന്താണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന? മധ്യസ്ഥം വഹിക്കുക, ദൈവത്തിനും മനുഷ്യർക്കിടയിൽ നിന്ന് മധ്യസ്ഥം വഹിക്കുക. ഇപ്പോൾ നമ്മളിവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കും അഭിഷേകം കിട്ടാനും ദൈവകൃപ നിറയാനും വേണ്ടി കുറേ പാവപ്പെട്ട മനുഷ്യർ പല ചാപ്പലുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളവരെ കാണുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഇവിടെ ആൾക്കാരെ നിൽക്കണ അച്ഛനെ കാണുന്നുണ്ടാവാം. നിങ്ങൾ കാണാത്ത കുറേ പാവം മനുഷ്യർ പല ചാപ്പലുകളിൽ ഇരുന്ന്, പല ഭവനങ്ങളിൽ ഇരുന്ന്, അല്ലെങ്കിൽ കോൺവെൻറ്റുകളിൽ ഇരുന്ന് നമുക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇവിടുത്തെ വൈദികർക്ക് വേണ്ടി, ഇവിടെ വരുന്ന മനുഷ്യർക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി, അല്ലെങ്കിൽ കൃപ ലഭിക്കാൻ വേണ്ടി, ദുഃഖങ്ങളും സങ്കടങ്ങളും മാറാൻ വേണ്ടി നമ്മളെ അറിയാത്ത ഏതൊക്കെയോ മനുഷ്യർ എവിടെയൊക്കെയോ ഇരുന്ന് മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഇത് കുറച്ച് പേർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ട ഒരു കാര്യമല്ല. നമ്മളെല്ലാവരും ഈ ആത്മരക്ഷ ദാഹമുള്ളവരായിട്ട് മാറണം. ആത്മരക്ഷ. അപ്പോൾ നമുക്ക് ഒരു ധ്യാന കേന്ദ്രത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. പക്ഷെ സ്വന്തം വീട്ടിലിരുന്നാണെങ്കിലും, സ്വന്തം സ്ഥാപനത്തിലിരുന്നാണെങ്കിലും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ശുശ്രൂഷകളോട് ചേർന്ന് നിന്നിട്ടാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ദൈവരാജ്യവേല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആ ദാഹം, ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞില്ലേ, എനിക്ക് ദാഹിക്കുന്നു. അത് കേവലം പച്ചവെള്ളത്തിന് വേണ്ടി മാത്രമായൊരു ദാഹമല്ല, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹം. ആ ദാഹത്തിൽ പങ്കാളിയാകാൻ, അഥവാ യേശുവിൻ്റെ ദാഹ ശമനികളായി മാറാൻ നമുക്ക് സാധിക്കണം. ഇതാണ് വിലാപത്തിൻ്റെ 2ാമത്തെ തലം. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന കൃപയുണ്ടല്ലോ, അത് വല്ലാത്തൊരു കൃപയാണ്. നമ്മളത് കാണുക. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, യേശുവിൻ്റെ കുരിശിൻ്റെ യാത്രയിൽ യേശുവിനെ സഹായിക്കാൻ വേണ്ടി വന്നൊരു മനുഷ്യനുണ്ട്. അയാൾ ആഗ്രഹിച്ചിട്ട് സഹായിച്ചത് പോലുമല്ല, നിർബന്ധം കൊണ്ട് മാത്രം സഹായിച്ചതാണ്. അതാരാണ്? ഗൗറുകാരൻ ശിമയോൻ. ഈ ശിമയോൻ അദ്ദേഹം വെറുതെ കാഴ്ചക്കാരനായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പടയാളികൾ വന്ന് നിർബന്ധിച്ച് അദ്ദേഹത്തെ ഈ കുരിശ് ചുമക്കാൻ. ഈശോയോട് സഹതാപം ഉണ്ടായിട്ടല്ല, ജീവനോടെ കുരിശ് തറച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ഈ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുന്ന വ്യക്തിയുടെ ലീഡറെ പിടിച്ച് കുരിശിൽ തറയ്ക്കും. അതാണ് നിയമം. അതായത് ഇയാളെ ജീവനോടെ തന്നെ തറച്ചിരിക്കണം, നിർബന്ധം. അത് ഇടയ്ക്ക് വെച്ച് മരിക്കാൻ പാടില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ യേശുവിനോടുള്ള സഹതാപം കൊണ്ടല്ല, അവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി മാത്രം ഒരാളെ കണ്ടുപിടിച്ച് അങ്ങനെ നിർബന്ധിച്ച്, ഇയാളെ നിർബന്ധിച്ചിട്ടാണ് ഇയാളെ കുരിശ് ചുമക്കാനായിട്ട് ഈ കൊണ്ടുപോകുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവ് എന്നൊരു വിശേഷണം അവിടെ കാണുന്നുണ്ട്. ഈ ശിമയോന് അല്ലെങ്കിൽ ശിമയോൻ്റെ കുടുംബത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ബൈബിൾ മുഴുവനും പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് കണ്ടെത്താൻ സാധിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം പൗലോസ്ലീഹ എഴുതി വെച്ചിട്ടുണ്ട്. പൗലോസ്ലീഹയുടെ അഭിവാദനം എങ്ങനെയായിരുന്നു? റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയണം, അവൾ എൻ്റെയും അമ്മയാണ്. റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയണം. ആരാണ് ഈ റൂഫസ്? ആരാണ് ഈ റൂഫസ്? അതറിയണമെങ്കിൽ ഒരു ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റോമ 16-13 ഫുട് നോട്ടായിട്ട്, അതായത് ബൈബിളിൻ്റെ അടി പേജുകളുടെ താഴെ ഒരു ഇങ്ങനെ ചില സൈറ്റേഷൻസ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫുട് നോട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ഫുട് നോട്ടിൽ ഈ 16-13 റൂഫസ് ആരാണെന്ന് പറയുന്നുണ്ട്. ആ ഫുട് നോട്ട് കിടക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലുള്ള ഒരു ഭാഗമാണ്. അതായത് ഈ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ ശിമയോൻ എന്ന ഭാഗമാണ് നമുക്കവിടെ ഫുട് നോട്ടായിട്ട് കാണാനായിട്ട് സാധിക്കുക. അതിൻ്റെ അർത്ഥം ഇതാണ്: ഈ റൂഫസ് അഥവാ യേശുവിൻ്റെ കുരിശു ചുമക്കാൻ ഈശോയെ സഹായിച്ച ശിമയോൻ്റെ മക്കൾ റോമാസഭയിലെ പേരെടുത്ത അറിയപ്പെടുന്ന വലിയ ശുശ്രൂഷകരായി, അല്ലെങ്കിൽ ബഹുമാനവും ആദരവും ഉള്ള വലിയ ശുശ്രൂഷകരായിട്ട് മാറി എന്നതിൻ്റെ തെളിവാണ് ഈ ലേഖനത്തിൽ പൗലോസ്ലീഹ വിവരിക്കുന്ന ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യത്തിന് പോലും പ്രതിഫലമുണ്ട്. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞേ, ഒരു പാത്രം വെള്ളം, അത്ര ഏറ്റവും ചെറിയ കാര്യം, ഒരു പാത്രം വെള്ളം എൻ്റെ നാമത്തിൽ നിങ്ങളൊരാൾക്ക് കൊടുത്താൽ പ്രതിഫലമുണ്ട്. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാറ്റിനും പ്രതിഫലമുണ്ട്. കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാറ്റിനും പ്രതിഫലമുണ്ട്. എന്താണെങ്കിലും, എത്ര ചെറുതാണെങ്കിലും നിസ്സാരം നമ്മൾ കരുതും. അതുകൊണ്ട് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, ഒരു പാത്രം വെള്ളം, വലിയ ആന കാര്യമാണ് ഒരു പാത്രം വെള്ളം എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. ഈശോയെ പ്രതി കൊടുക്കുന്ന ഒരു, യേശുവിൻ്റെ നാമത്തിലാണെങ്കിൽ, യേശുവിനെ പ്രതിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ പോലും പ്രതിഫലം ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹം, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന, അതിനുവേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന, പരിഹാരം, പരിത്യാഗം, നോയമ്പെടുക്കൽ, ഉപവാസം, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കൽ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തൽ, അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് സഹായിക്കൽ, ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ നടത്തുന്ന ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കർത്താവ് എന്തുമാത്രം വിലമതിക്കുന്നു. നമ്മുടെ ജീവിതം മാത്രമല്ല, കുടുംബം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി മൂന്നാമത്തെ സുവിശേഷ ഭാഗ്യം എന്താണെന്ന് നോക്കാം. ഈശോ പറയുന്ന മൂന്നാമത്തെ ഭാഗ്യം, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശരിക്കും പറഞ്ഞാൽ ശാന്തശീലമുള്ളവർക്ക് ഉള്ള ഭൂമി പോലും നഷ്ടപ്പെടേ ഉള്ളൂ. അതല്ലേ സത്യം? നമ്മുടെ അതിർത്തി ഒരാൾ മാന്തിയാൽ നമ്മൾ ശാന്തരായിട്ടിരുന്ന എന്ത് സംഭവിക്കും? കൂടുതലും മാന്തിക്കൊണ്ടിരിക്കും. അവസാനം വീട് വരെ, അടിത്തറ വരെ മാന്തിക്കൊണ്ടുപോകും. അപ്പോൾ ശാന്തശീലർ എങ്ങനെയാണ് ഭൂമി അവകാശമാക്കുക? ഒരിക്കലും നടക്കാത്ത കാര്യം അത്. ശാന്തശീലർ ഭൂമി അവകാശമാക്കൂ? ശാന്തശീലരായിരുന്ന ഉള്ള ഭൂമി പോലും നഷ്ടപ്പെടുകയുള്ളൂ. പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നത് ശാന്തശീലരാണോ ഭൂമി അവകാശമാകൂ? എങ്ങനെ? പ്രിയപ്പെട്ടവർ, അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതാ, ഈ അവിടെ ഒരു തിരുസ്വരൂപം വെച്ചിട്ടുണ്ട്. ആരത്? ആരും ഇല്ലേ അവിടെ? ഇവിടെ ഒരു തിരുസ്വരൂപം വെച്ചിട്ടുണ്ട്. അതാരുടെയാ? ഇവർക്ക് കേരളത്തിൽ മണ്ണുണ്ടോ? ഇവർക്ക് കേരളത്തിൽ ഭൂമിയുണ്ടോ? ഒരു 2 ഏക്കർ സ്ഥലം വന്ന് മേടിച്ചിട്ടുണ്ടോ രണ്ടുപേരും? ഇല്ല. പക്ഷെ അവർക്ക് ഇവിടെ സ്ഥലം ഉണ്ടോ? ശരിക്കും അവർ ഭൂമി അവകാശമാക്കിയോ? കേരളത്തിലല്ല, ലോകത്തുള്ള ഏത് ക്രിസ്തീയ ദേവാലയത്തിൽ ചെന്നാലും ഈ തിരുസ്വരൂപങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഇവരുടെ കാര്യം മാത്രമല്ല പറയണേ, നമ്മുടെ ദേവാലയങ്ങളിൽ വണക്കത്തിനായി നമ്മൾ വെച്ചിട്ടുള്ള ഏതൊരു വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും ജീവിതം പരിശോധിച്ചാൽ ഇവരൊന്നും ജീവിതകാലത്ത് ആരുമായിട്ട് തല്ലുകൂടാൻ പോകാത്തവരാ, ഒരു വഴക്കുവിടാത്തവരാ, ഒരു പ്രശ്നങ്ങൾക്കും പോകാത്ത മനുഷ്യരാണ്, ശാന്തശീലരായിരുന്നു. ജീവിതകാലത്ത് അവർക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ഭൂരിപക്ഷം പേർക്ക് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ മനസ്സുകളിലും നമ്മളായിരിക്കുന്ന ദേവാലയങ്ങളിലും നമ്മളായിരിക്കുന്ന അൾത്താരകളിലും ഒക്കെ അവരുടെ തിരുസ്വരൂപങ്ങളുണ്ടെങ്കിൽ അവർ ഭൂമി അവകാശമാക്കിയോ ഇല്ലയോ? അവകാശമാക്കിയോ ഇല്ലയോ? അവകാശമാക്കി. ശാന്തശീലർ ഭൂമി അവകാശമാക്കുമെന്ന് പറഞ്ഞാൽ നോർമൽ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ ഉള്ള ഭൂമി പോലും നഷ്ടപ്പെടുകയുള്ളൂ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ ഭൂമി അവകാശമാക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാന്തശീലർ ഭൂമി അവകാശമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം, ഒരു വഴിയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് ശാന്തശീലരാകാമെന്ന് പറഞ്ഞാൽ വഴക്കിടാത്ത ഒരു നേച്ചർ, അല്ലെങ്കിൽ ബഹളങ്ങൾക്കും വഴക്കുകൾക്കും പോകാതിരിക്കുന്ന ഒരു മനോഭാവം നമ്മളൊന്ന് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം,
ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിനെന്ന്. ശാന്തശീലനും ഞാൻ വിനീത ഹൃദയനുമാണ് എന്നിൽ നിന്ന്. അപ്പോൾ യേശുവിൽ നിന്ന് പഠിക്കാനായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ, വരുന്ന ദൗർഭാഗ്യങ്ങളെല്ലാം സ്വീകരിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ ഈ കായേൻ ആബേലിനോട് കയർത്ത ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ആ കയർത്ത് അതിനുശേഷം ആബേലിനെ കൊല്ലാണ്. പാവ ആബേൽ തിരിച്ചൊന്നും പറയുന്നുമില്ല, ചെയ്യുന്നുമില്ല. അപ്പോൾ ഇത് വഴക്കിടാനുള്ള ഒരു, എന്തിനോടും പ്രതികരിക്കാനുള്ള ഒരു നേച്ചർ, എന്തിനോട് ഒരു തിക്കും തിരക്കും ബഹളവും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യൂ നിൽക്കുമ്പോൾ അത് അവിടെ തിക്കും തിരക്കും ബഹളം, അല്ലെങ്കിൽ ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കാനുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു അടിസ്ഥാന ഭാവമാണ് ഈ ശാന്തത ഇല്ലാതെ പെരുമാറാന്നുള്ളത്. പക്ഷേ സുവിശേഷത്തിൻ്റെ മൂല്യമാണ്, പ്രധാനപ്പെട്ട മൂല്യങ്ങളിൽ ഒന്നാണ് ശാന്തരാവുക. ശാന്തത അത് എവിടെയാണെങ്കിലും. ഇനിയൊരു ഉദാഹരണം പറയട്ടെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും നമ്മൾ ഈ എല്ലാ ശനിയാഴ്ച ഏകദിന ധ്യാനം കഴിയുമ്പോൾ വരിയായിട്ട് നിൽക്കുമ്പോൾ കൈവയ്ക്കാറുണ്ടല്ലോ, ശരി, ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. നമ്മൾ ശാന്തരാണോ? ഞങ്ങളുടെയും കൂടെ ശാന്തത പോവാണ് ആ സമയത്ത്. ചിലപ്പോൾ എല്ലാവർക്കും നിൽക്കുന്ന എല്ലാവരുടെയും ശിരസിൽ കൈവയ്ക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്, എല്ലാവരുടെയും തന്നെ. പ്രശ്നമൊന്നുമില്ല, ഒന്ന് സമാധാനമായിട്ട് 5 മിനിറ്റ് കൊണ്ട് തീരും, ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷെ നമുക്ക് പറ്റണില്ല അല്ലേ? വണ്ടി വേഗം പോകണോണ്ടായിരിക്കും, ഒരുപാട് ദൂരം ചെല്ലാനുള്ളതുകൊണ്ടായിരിക്കും. ഞാൻ സമ്മതിക്കുന്നു, കുറ്റം പറഞ്ഞതല്ല, വിഷമിപ്പിക്കാൻ പറഞ്ഞതുമല്ല. പക്ഷെ ശാന്തത ഒരു പുണ്യമാണെന്ന് മനസ്സിലാക്കുക, ശാന്തത. അപ്പോൾ ഇന്ന് കറക്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ മാത്രമല്ല, എല്ലാ ശനിയാഴ്ചയും അത് കൃത്യമായിട്ട് നടക്കട്ടെ, എല്ലാ ശനിയാഴ്ചയും. ഇന്ന് മാത്രമല്ല, നമുക്ക് ശാന്തത അതൊരു മൂല്യമായി, ഒരു പുണ്യമായി, ഒരു കൃപയായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ശാന്തത എല്ലാ മേഖലയിലും. ഞാൻ സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ശാന്തശീലർ ഭൂമി അവകാശമാക്കുമെന്ന് പറയണേ. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയാ. ഇനി അടുത്തതായി നമ്മൾ കാണുന്ന സുവിശേഷ ഭാഗ്യം, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ഇത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ വിധം, പലപ്പോഴും ഇത് മനസ്സിലാക്കുന്ന വിധം തെറ്റായ അർത്ഥത്തിലാണ്. കാരണം നീതി എന്ന വാക്കിന് പൊതുവേ ഉള്ള അർത്ഥം എന്താണ്? അർഹിക്കുന്നവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അർഹിക്കുന്നത് കിട്ടുക. എനിക്ക് അവകാശമുള്ളത് എനിക്ക് കിട്ടണം, എനിക്ക് അവകാശമുള്ള കാര്യത്തിന് വേണ്ടി ഞാൻ പൊരുതണം, സമരം ചെയ്യണം, ഫൈറ്റ് ചെയ്യണം. ആ അർത്ഥത്തിലാണോ ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത്? നീതിക്ക് വേണ്ടി വിശക്കുക, നീതിക്ക് വേണ്ടി ദാഹിക്കുക എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലാണോ? നമുക്കിതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ 2 ഇംഗ്ലീഷ് വേർഡ്, 2 പദങ്ങൾ പൊതുവേ ട്രാൻസ്ലേഷനായിട്ട് നീതി എന്ന മലയാള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതിലൊരു വാക്ക് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് എന്ന വാക്കിൻ്റെ ട്രാൻസ്ലേഷൻ നീതി എന്നാണ്. വേറൊരു വാക്കും കൂടിയുണ്ട് ഇംഗ്ലീഷിൽ, അറിയാവോ? റൈച്ചസ്നെസ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ നീതി തന്നെയാണ്. പക്ഷേ ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന നീതിയും റൈച്ചസ്നെസ് എന്ന് പറയുന്ന നീതിയും രണ്ടാണ്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിച്ചാൽ അറിയാം, ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ജസ്റ്റിസ് അല്ല, റൈച്ചസ്നെസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സമരം ചെയ്യുന്നു, ഞാൻ വഴക്കൂടും, അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി മുറവിളി കൂട്ടുന്നു, ഞാൻ മുദ്രാവാക്യം വിളിക്കുന്നു, അതിനെയല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മറിച്ച് റൈച്ചസ്നെസ്സിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന വിധം പറയുകയാണെങ്കിൽ, ഹൃദയത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുക, ആഗ്രഹിക്കുക. ഹൃദയവിശുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. ഹൃദയവിശുദ്ധി അതൊരു ഹൃദയത്തിൻ്റെ ഭാവമാണ്, ഹൃദയവിശുദ്ധിക്ക് വേണ്ടി, ഹൃദയത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടി മറ്റു രീതിയിൽ പറഞ്ഞാൽ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം, വിശുദ്ധിക്ക് വേണ്ടിയുള്ള വിശപ്പ്, അഥവാ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ദാഹം, പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള വിശപ്പ്. ഇതാണ് ഈ വാക്യം കൊണ്ട്, ഈ വചനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് ശരിക്കും അങ്ങനെ ഒരു ദാഹവും വിശപ്പുണ്ടോ എന്നുള്ളതാണ്. ഒത്തിരി പേര് പറയുന്നൊരു സങ്കടമാണ്, എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല, എത്ര അതിജീവിക്കാൻ നോക്കിയിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള വിഷമം ഇപ്പോൾ ചില പാപങ്ങളുടെ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പേര് സങ്കടം പറയാറുള്ളതാണ്. ശരി, ഒത്തിരി പേര് പരിശ്രമിക്കുന്നുണ്ടാവാം, ആഗ്രഹിക്കുന്നുണ്ടാകാം, തീരുമാനം എടുക്കുന്നുണ്ടാകാം, എന്നിട്ടും പലപ്പോഴും പാപം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ചോദ്യം ഇതാണ്, ഈ പാപം ചെയ്യാതിരിക്കാൻ ശരിക്കും എനിക്ക് വിശപ്പുണ്ടോ? ശരിക്കും അങ്ങനെ ഒരു ദാഹം എനിക്കുണ്ടോ? അതായത് പാപം എനിക്ക് തരുന്ന സുഖത്തെ വേണ്ട എന്ന് വെക്കാനും പാപം ചെയ്യാതിരിക്കാനും വിശുദ്ധിയിൽ ജീവിക്കാൻ അതുപോലത്തെ ഒരു വിശപ്പും ദാഹവും എനിക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ശരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഞാൻ പരമദാരിദ്ര്യത്തിലാണ്, എൻ്റെ കടബാധ്യതകൾ മാറണം, എനിക്ക് സമ്പത്ത് അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടണം, എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകണം, അതിനു വേണ്ടി ഞാൻ ദാഹിക്കുകയും ആഗ്രഹിക്കും പോലെ ഞാൻ വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടോ? എനിക്ക് മാരകമായ രോഗമുണ്ട്, ആ രോഗം മാറി ഞാൻ വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരണം, അതിനുവേണ്ടി ഞാൻ ദാഹിക്കുന്ന പോലെ വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുക ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടോ? ഇതാണ് ചോദ്യം.
വിശുദ്ധിക്ക് വേണ്ടി ഇതുപോലെ ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്താൽ, പാപരഹിത ജീവിതത്തിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, അവർക്ക് സംതൃപ്തി ലഭിക്കുമെന്ന് പറയണം. അതിൻ്റെ കാരണം ഏത് പാപത്തിൽ നിന്നും വിടുതലുണ്ട്, ഏത് പാപത്തിൽ നിന്നും. അതിനാണ് ഈശോ വന്നത്. ഈശോയുടെ ജനനവാർത്ത അറിയിക്കുമ്പോൾ തന്നെ പറയുന്ന വാക്യം, മാലാഖ വന്ന് പറയുന്ന വാക്യം, അവൻ തൻ്റെ ജനത്തെ, ബാക്കി പറ, പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അതിനു വേണ്ടി വന്നേ, വേറെ ഒന്നിനുമല്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിച്ചാൽ, യേശുവിലേക്ക് വന്നാൽ, യേശുവിൽ ശരണപ്പെട്ടാൽ ഏത് പാപത്തിൽ നിന്നും വിടുതലുണ്ട്, ഏത് പാപത്തിൽ നിന്നും മോചനമുണ്ട്. അപ്പോൾ അതിന് അതുപോലെ വിശപ്പും ദാഹം ഉണ്ടാകണം. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം, പാപരഹിത ജീവിതത്തിന് വേണ്ടിയുള്ള വിശപ്പ്, ദാഹം, അത് നമുക്ക് ആവശ്യമാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ. ഇനി അടുത്ത കൃപ, അടുത്ത ഭാഗ്യമായിട്ട് ബൈബിൾ അവതരിപ്പിക്കുക. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ കരുണ എന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കരുണ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? കരുണ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കരുണ, നിങ്ങളെന്താ ഒരു കരുണ ഇല്ലാണ്ടിരിക്കുന്നത്? പറ. കരുണ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ദയ. അതിൻ്റെ അർത്ഥം എന്താ? കരുണ എന്ന വാക്കിനൊന്ന് നിർവചിക്കുകയാണെങ്കിൽ, അർഹിക്കാത്തത് കൊടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് കരുണ. അർഹിക്കാത്തത്, അർഹിക്കണം എന്നില്ല, പക്ഷെ അത് കൊടുക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നീതി എന്ന് പറഞ്ഞാൽ അർഹിക്കുന്നവർക്ക് കൊടുക്കുക. അതാണ് പൊതുവെ നീതി എന്ന് പറയുക. ഇപ്പം എനിക്ക് വേണ്ടി ജോലി ചെയ്യാമെന്ന ഒരാൾ പകൽ മുഴുവൻ ജോലി ചെയ്തു, നാട്ടു നടപ്പനുസരിച്ചുള്ള കൂലി 1000 രൂപ, ഞാൻ 1000 രൂപ കൊടുത്താൽ അതെന്താണ്? അത് ജസ്റ്റ് വേജ്, നീതിപൂർവ്വമായിട്ട് കൂലി കൊടുത്താൽ നീതിയാണ്. ഇനി 500 കൊടുത്തുള്ളെങ്കിൽ അതെന്താണ്? അനീതിയാണ്, അർഹിച്ചത് കൊടുത്തില്ല. ഇനി 1000-ന് പകരം 1000 കൊടുത്താൽ മതി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് അറിയാവുന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ ജോലി വെച്ച് നോക്കി 1000 കൊടുത്താൽ മതി. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് ഒരു 1500 കൊടുത്താൽ അതിനെന്ത് വിളിക്കാം? അതാണ്. അപ്പം അർഹിക്കാത്തത് പോലും കൊടുക്കുന്നതാണ് കരുണ. അപ്പം നമ്മളോട് കർത്താവ് പറയണത് കരുണയുള്ളവരാകാനാണ്. കരുണയുള്ളവർ. ഇതിൻ്റെ വേറൊരു പ്രായോഗിക തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ കൂടെയുള്ള വ്യക്തികളോടൊക്കെ നമ്മളെ തമ്പുരാൻ ഭരമേൽപ്പിച്ച് തന്ന, അത് ജീവിത പങ്കാളിയാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, മാതാപിതാക്കളാകാം, അയൽവാസികളോ സുഹൃത്തുക്കളോ മേലധികാരികളോ സഹപ്രവർത്തകരോ ആരും ആകട്ടെ, നമ്മളോടൊപ്പമുള്ള വ്യക്തികളോട് നമ്മൾ കാണിക്കേണ്ട ഒരു സഹിഷ്ണുതയാണ് സഹിഷ്ണുത. വേറെ രീതിയിൽ പറഞ്ഞാൽ, അവരുടെ കുറവുകൾ, ഇപ്പോൾ പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം വാങ്ങി കൊടുക്കുന്നതും അല്ലെങ്കിൽ ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുക, അത് മാത്രമല്ല ഈ കരുണ കൊണ്ട് ഉദ്ദേശിക്കണേ. അതൊരു വശമാണ് തീർച്ചയായിട്ടും. ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത് തീർച്ചയായിട്ടും കരുണയുടെ ഒരു വശമാണ്. അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വശം കരുണയുള്ളവരാകാന്ന് പറഞ്ഞാൽ ഒരാളുടെ കുറവുകളോട് പോരായ്മകളോട് കാട്ടുന്ന സഹിഷ്ണുതയാണ്. ഈ കാരുണ്യ പ്രവൃത്തികൾ 14 എണ്ണം ഉണ്ട്. അതിൽ 7 എണ്ണം ശാരീരികവും 7 എണ്ണം ആധ്യാത്മികവുമാണ്. അതിലൊരു കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? അതിലൊരു കാരുണ്യ പ്രവൃത്തി മറ്റുള്ളവരുടെ കുറവുകളോട് കാട്ടുന്ന സഹിഷ്ണുതയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവൃത്തി അതാണ് താനും. ഇപ്പം എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ഭർത്താവിന് ഒരു കുറവുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം മദ്യപാനിയാണ്. ആ മദ്യപാനിയായ ഭർത്താവിനെ മദ്യപാനത്തിൻ്റെ അവസ്ഥയിലും സ്നേഹിക്കാൻ എനിക്ക് പറ്റുവാണെങ്കിൽ അത് കരുണയാണ്, സഹിഷ്ണുതയാണ്, അത് കരുണയാണ്. അതായത് എന്ന് വെച്ചാൽ കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവിന് 2 കുപ്പി മദ്യം മേടിച്ചു കൊടുക്കാമെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭർത്താവിൻ്റെ മദ്യപാനം എന്ന തിന്മയോട് നമുക്ക് വെറുപ്പ് തന്നെയാണ്, പക്ഷെ ഭർത്താവിനോട് സ്നേഹമായിരിക്കണം. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ഒരു കുറവ്, ജീവിത പങ്കാളിയുടെ ഒരു പോരായ്മ, അതിൻ്റെ പേരിൽ ആ വ്യക്തിയോട് വിരോധമോ വിഷമോ സങ്കടമോ ഇല്ലാതെ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ആ കുറവിനെ, ആ തിന്മയെ, ആ പോരായ്മയെ അതിജീവിക്കാൻ സഹായിക്കുകയും സ്നേഹപൂർവ്വം തന്നെ, പ്രാർത്ഥനാപൂർവ്വം തന്നെ അതിനെ ആ കുറവിൽ നിന്ന് ആ വ്യക്തിയെ വീണ്ടെടുക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് കരുണയുടെ ഒരു വശം, ഒരു ഭാഗമായിട്ട് മനസ്സിലാക്കാം. അപ്പം കരുണ, നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ കുറവുകളോട് പോരായ്മകളോട്, ചിലർ അറിവ് കുറഞ്ഞവരായിരിക്കും, ചിലർ പറഞ്ഞാൽ മനസ്സിലാക്കാത്തവരായിരിക്കും, ചിലർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും, ചിലർക്ക് അഹങ്കാരമായിരിക്കും, അസൂയായിരിക്കും, ചിലർക്ക് കുറ്റം പറയുന്ന സ്വഭാവമായിരിക്കും, ചിലർ എപ്പോഴും ഇങ്ങനെ പൊട്ട വാക്കുകൾ ഉപയോഗിക്കുന്നവരായിരിക്കും. ഒരിക്കലും തിന്മയെ അംഗീകരിക്കണം എന്നല്ലേ പറയണേ, പക്ഷെ തിന്മ ചെയ്യുന്ന വ്യക്തിയോട് നമുക്ക് വെറുപ്പില്ലാതെ ആ വ്യക്തിയോട് ഒരു കരുണ, ആളുടെ കുറവിനോട് പോരായ്മയോട് ഒരു അനുകമ്പ, ഒരു കരുണ, അത് അങ്ങനെയുള്ളവരായാൽ ഉള്ള ഗുണം ഇതാണ്. നമ്മളും ഒരുപാട് കുറവുള്ളവരാണ്. എന്തെല്ലാം കുറവാണ് നമുക്കുള്ളത്, എന്തെല്ലാം പോരായ്മകൾ, നമ്മൾ അപൂർണരായ നമ്മളും ദൈവത്തിൻ്റെ കരുണയ്ക്ക് പാത്രീഭൂതരായിട്ട് മാറും. ഇതാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ, കരുണയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പോൾ ശാരീരിക കാരുണ്യ പ്രവൃത്തികൾ, ആധ്യാത്മിക കാരുണ്യ പ്രവൃത്തികൾ, ഇതെല്ലാം ഈ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ നമ്മൾ കരുണയുള്ളവരായി നമ്മൾ മാറുന്നതിലൂടെ നമ്മളും കരുണയ്ക്ക് അർഹരാകും, ദൈവകരുണയ്ക്ക് നമ്മൾ അർഹരായിട്ട് മാറും. അപ്പോൾ ഏതൊക്കെയാണ് കാരുണ്യ പ്രവൃത്തികൾ? ശാരീരിക കാരുണ്യ പ്രവൃത്തികൾ ഏതൊക്കെയാണ്?
വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത്, രോഗികളെ ശുശ്രൂഷിക്കുന്നത്, പരദേശികളെ സ്വീകരിക്കുന്നത്, കാരാഗ്രഹത്തിലുള്ള സന്ദർശിക്കുന്നത്, ഇതൊക്കെ ശാരീരിക കാരുണ്യ പ്രവൃത്തികളാണ്. ആധ്യാത്മിക കാരുണ്യ പ്രവൃത്തികളോ? അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നത്, സംശയമുള്ളവരുടെ സംശയം തീർക്കുന്നത്, തെറ്റ് ചെയ്യുന്നവരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നത്, മറ്റുള്ളവരുടെ ദ്രോഹങ്ങൾ ക്ഷമയോടെ സഹിക്കുന്നത്, കുറവുകളോട് സഹിഷ്ണുത കാണിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെ കാരുണ്യ പ്രവൃത്തികളാണ്. നമ്മളിതുപോലെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാനും കരുണയുള്ളവരായി മാറാനും തയ്യാറാകുമ്പോൾ നമ്മളും ദൈവത്തിൽ നിന്ന് സമൃദ്ധമായിട്ട് കരുണ സ്വീകരിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലോർക്കുക, നമ്മൾ ആരും പൂർണ്ണരല്ല, ആരും. അതുകൊണ്ട് ബന്ധങ്ങളിൽ ഒരിക്കലും പൂർണ്ണത പ്രതീക്ഷിക്കരുത്. നമ്മുടെ ബന്ധങ്ങളിലെ പൂർണ്ണത ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ജീവിത പങ്കാളിക്ക് ഒരുപാട് കുറവുകളുണ്ട്, ഉണ്ടെന്നേ, കുറവുണ്ട്. മക്കൾക്ക് ഒരുപാട് കുറവുണ്ട്, മാതാപിതാക്കൾ ഉണ്ട്, കുറവുണ്ട്, ശരിയാണ്. ആ കുറവോടുകൂടെ തന്നെ അവർ അംഗീകരിച്ച് സ്നേഹിച്ച് സ്വീകരിക്കുമ്പോൾ നമ്മൾ കരുണയുള്ളവരായിട്ട് മാറാണ്. അതുകൊണ്ട് നമ്മുടെ ജോലിയിലും നമ്മുടെ മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് പെർഫെക്ഷൻ പ്രതീക്ഷിക്കാം, പക്ഷേ ബന്ധങ്ങളിൽ പെർഫെക്ഷൻ പ്രതീക്ഷിക്കരുത്. അതുണ്ടാകില്ല, ഒരിക്കലും സാധിക്കുന്നൊരു കാര്യമല്ല അത്. അടുത്ത ഭാഗ്യം എന്താണെന്ന് നോക്കാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്താണ് ഹൃദയശുദ്ധി? ഹൃദയശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ രണ്ട് രീതിയിൽ ചിന്തിക്കുക. ഒന്ന്, ഹൃദയശുദ്ധി എന്ന് പറയുന്നത് ശുദ്ധ മനസാക്ഷി എന്ന് പറയുന്നത് രണ്ടാണ്. അതായത് ഇപ്പോൾ ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് അനുദപിച്ച് കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ എനിക്ക് പാപമോചനം നൽകി, എൻ്റെ മനസാക്ഷി ശുദ്ധമായി. പക്ഷെ അപ്പോഴും ഹൃദയശുദ്ധി എന്ന് പറയാൻ പറ്റില്ല. ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ പാപമോചനം കിട്ടിയതിന് ശേഷം എൻ്റെ ഉള്ളിലുള്ള പല ആഗ്രഹങ്ങളും പല മോഹങ്ങളും പല ആസക്തികളും അതുപോലെ തന്നെ നിൽക്കുകയാണ്. അത് മാറിയിട്ടില്ല. ഇപ്പോൾ പണത്തോടുള്ള താല്പര്യം, സമ്പത്തിനോട്, അധികാരത്തോട്, പദവിയോട്, അല്ലെങ്കിൽ എന്തെങ്കിലും ജഡത്തിൻ്റെ ആസക്തികൾ, ഇങ്ങനെ ഏതെങ്കിലും ആസക്തികളോ മോഹങ്ങളോ ആഗ്രഹങ്ങളോ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഹൃദയം ശുദ്ധമായിട്ടില്ല. മനസാക്ഷി ശുദ്ധമാക്കപ്പെട്ടു, കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, പക്ഷെ പാപവാസനകൾ, പാപ താല്പര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഹൃദയം മുഴുവനായി ശുദ്ധമായിട്ടില്ല. അപ്പോൾ ഹൃദയം ശുദ്ധമാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ദൈവത്തിന് ഹൃദയത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുക, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. രണ്ടാമത്തെ അർത്ഥം, എൻ്റെ ഹൃദയത്തിലുള്ള ആസക്തികളുടെ മേലും കൂടെ വിജയം നേടുക. എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ഈ ആസക്തികൾ പോലും ഇല്ലാതാകുന്ന വിധത്തിൽ എൻ്റെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുക. മൂന്നാമത്തേത്, എൻ്റെ അകവും പുറവും ഒരേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും എൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെ ഒരു പൊരുത്തം ഉണ്ടാവുക. അകവും പുറവും, അത് കാപഡ്യമില്ലാത്ത അവസ്ഥ, കാപഡ്യമില്ല, ഹിപ്പോക്രൈറ്റ് അല്ല. കർത്താവ് ഏറ്റവും അധികം കോപിക്കുന്നത് ബൈബിളിൽ നമ്മൾ കാണുക ഈ കപടനാട്ടിക്കാരെ എന്ന് വിളിച്ചിട്ടാണ്. നിയമജ്ഞരോടും ഫരിസേയരോടും ഏറ്റവും കൂടുതൽ കർത്താവിനെ അരിശം പിടിപ്പിച്ച കാര്യം അതാ, കപടനാട്ടിക്കാരെ. അത് അകത്തൊന്ന് പുറത്ത് വേറൊന്ന്, പുറത്ത് കാണുന്നതല്ല അകത്ത്. പുറമേ നല്ലവരായിട്ട് കാണപ്പെടും, പക്ഷെ അകം അങ്ങനെ ആകണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം. ഇപ്പം ഈ 3 അർത്ഥത്തിലാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്. ഇനി അവിടെ പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ ദൈവത്തെ കാണുന്ന. അതിനെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ എല്ലാറ്റിലും ദൈവത്തിൻ്റെ മുഖം, എല്ലാവരിലും ദൈവത്തിൻ്റെ മുഖം, എല്ലാറ്റിലും ദൈവത്തിൻ്റെ സ്വരം, സംഭവിക്കുന്ന എല്ലാറ്റിലും ദൈവത്തിൻ്റെ പരിപാലനയുടെ കരം. എന്ത് സംഭവിച്ചാലും, ദുഃഖമോ ദുരിതമോ വേദനയോ എന്ത് സംഭവിച്ചാലും അതിലൊക്കെ ദൈവത്തിൻ്റെ പരിപാലനയുടെ കരം. അതായത് എല്ലാത്തിലും ദൈവത്തെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താണ്. അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പഴയ നിയമത്തിൽ പൂർവ്വ ജോസഫ്, അദ്ദേഹത്തിൻ്റെ ചേട്ടന്മാർ എന്തു വലിയ ക്രൂരത അദ്ദേഹത്തോട് ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന് പ്രതികാരം ചെയ്യാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വന്തം അനിയനാണെന്നറിയാതെ, തങ്ങൾ വിറ്റ് കളഞ്ഞ, തങ്ങൾ ഈജിപ്തിലേക്ക് അടിമയാക്കി വിറ്റ തങ്ങളുടെ അനിയനാണെന്നറിയാതെ അനിയൻ്റെ മുൻപിൽ വന്ന് ഇങ്ങനെ കൈ നീട്ടി നിൽക്കുകയാണ്. അപ്പോൾ ജോസഫിനെ തന്നെ വെളിപ്പെടുത്തി. ഇവർ പേടിച്ചു വിറച്ചു. ആ സമയം ഇവരെ ആശ്വസിപ്പിച്ചിട്ട് ജോസഫ് പറയുന്ന ബൈബിളിൽ അതിസുന്ദരമായ മനോഹരമായ ഒരു വാക്യമുണ്ട്. എന്താണത്? എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷാദിക്കുകയോ വിഷമിക്കുകയോ വേണ്ട, കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടേക്ക് അയച്ചത്. ദൈവമാണെന്ന്. അതായത് ദൈവമാണോ ജോസഫിനെ പൊട്ടക്കിണറ്റി തള്ളിയിട്ടെ? ദൈവമാണോ ജോസഫിനെ അടിമയാക്കി വിട്ടേ? ദൈവമാണോ ജോസഫിനെ ഈ കണ്ട ദുരിതങ്ങളിലൂടെ കടത്തിവിട്ടെ? അല്ല. പിന്നെ എന്താ ജോസഫ് അങ്ങനെ പറയാൻ കാരണം? ദൈവത്തെ കുറ്റം പറയണതല്ല ജോസഫ്, മറിച്ച് ഇതിൻ്റെ പുറകിലൊരു ദൈവ പദ്ധതിയുണ്ട്. നിങ്ങൾ ചെയ്തത് തിന്മയാണ്, പക്ഷേ ദൈവം അതിനെ നന്മയാക്കി മാറ്റി. നമ്മളൊക്കെ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ ഞാനിവിടെ എത്തണമായിരുന്നു. ഞാനിവിടെ എത്തുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയ വഴികളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇത് ദൈവം എന്നെ അയച്ചതാ, നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ അയച്ചത്. അതായത് സകലതിലും സംഭവിച്ച ദുരന്തങ്ങളിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ദ്രോഹാനുഭവങ്ങളിലും ഒക്കെ ജോസഫ് കണ്ടത് ദൈവത്തിൻ്റെ പരിപാലനയുടെ കരമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കണ്ടു. ജോസഫ് ദൈവത്തെ കണ്ടു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ,
അടുത്തതായിട്ട് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. സമാധാനം സ്ഥാപിക്കുന്നവർ. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധങ്ങളിലോ നമ്മുടെ പരിചയക്കാരിലോ നമ്മുടെ അയൽവാസികളുടെ ഇടയിലോ കലഹങ്ങളുണ്ടെങ്കിൽ, വഴക്കുകളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളവിടെ സമാധാനം സ്ഥാപിക്കുന്നവരായിട്ട് മാറുക. അല്ലാതെ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നവരായിട്ട് മാറരുത്. ഒരാളുടെ കുറ്റം കേട്ടത് അപ്പുറത്ത് പോയി പറഞ്ഞ്, അപ്പുറത്താളുടെ കുറ്റം കേട്ട് ഇപ്പുറത്ത് വന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള ശത്രുത പിന്നെയും വർദ്ധിപ്പിച്ച് അവർ തമ്മിലുള്ള കലഹവും ഭിന്നിപ്പും വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് പുത്രന്മാരായിട്ട് മാറും? അത് വേറൊരു പുത്രനാണത്. അത് ആരുടെ പുത്രനാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. അത് ആരുടെ പുത്രനാ? അതിൻ്റെ കാരണം ഈ സാത്താൻ എന്ന വാക്ക്, പിശാച് എന്നുള്ള വാക്ക് തന്നെ പ്രധാനമായും 3 പദങ്ങളിൽ നിന്നാണ് പിശാചുമായി ബന്ധപ്പെട്ട സകല വാക്കുകളും വരുന്നത്. സെയ്റ്റൻ, ഡീമൺ, ഡെവിൾ. ഈ 3ൻ്റെയും മൂല അർത്ഥം ഒന്ന് തന്നെയാണ്. അത് ഭിന്നിപ്പുളവാക്കുന്നവൻ, കലഹമുളവാക്കുന്നവൻ, ഇടയിലേക്ക് എറിഞ്ഞു കയറുന്നവൻ, വെറുപ്പുളവാക്കുന്നവൻ എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഭിന്നിപ്പുണ്ടാക്കുന്ന വ്യക്തികൾ ഭിന്നിപ്പിക്കുകയാണ്. ഭിന്നിപ്പിച്ചു കലഹം ഉണ്ടാക്കുന്നു, ഭിന്നിപ്പുണ്ടാക്കുന്നു, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നു, വെറുപ്പുളവാക്കുന്നു. ഇങ്ങനെയുള്ള ക്യാരക്ടർ അടിസ്ഥാനപരമായി സാത്താൻ്റെ സ്വഭാവമാണ്, പിശാചിൻ്റെ സ്വഭാവം. നേരെ മറിച്ച് വഴക്കുള്ള ഒരു സ്ഥലത്ത് ആ വഴക്ക് പരിഹരിച്ച് രമ്യതയിലേക്ക് സ്നേഹത്തിലേക്കും കൊണ്ടുവന്നാൽ അത് ദൈവത്തിൻ്റെ സ്വഭാവം. അതാണ് ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ദൈവപുത്രന്മാരായിട്ട് മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും തമ്മിൽ വഴക്കുകളുണ്ടെങ്കിൽ നമ്മളായിട്ട് പ്രാർത്ഥിച്ചും വിവേകപൂർവ്വം ഇടപെട്ടും പരിഹരിക്കാൻ നോക്കുക. നമ്മുടെ അയൽവാസികൾക്കിടയിലോ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ വഴക്കുകളുണ്ടെങ്കിൽ അത് വലുതാക്കുന്നതിന് പകരം, ആ ഭിന്നിപ്പ് വർദ്ധിക്കുന്നതിന് പകരം അത് ഐക്യത്തിലേക്ക് സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയൊക്കെ ചെയ്താൽ, എല്ലാവർക്കും ചിലപ്പോൾ പരിശ്രമം എല്ലാവർക്കും പറ്റണമെന്നില്ല, പക്ഷേ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്താൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം, യാക്കോബ് 3:18, സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. ഹെബ്രായ 12:14, എല്ലാവരോടും സമാധാനത്തോടെ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. ഫിലിപ്പി 4:7, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഇപ്പോൾ സമാധാനം നിലനിർത്തുന്ന, സമാധാനം സ്ഥാപിക്കുന്ന, ഭിന്നിപ്പും കലഹങ്ങളൊക്കെ അവസാനിപ്പിക്കുന്ന വ്യക്തികളായിട്ട് മാറുന്നത് വലിയൊരു ഭാഗ്യമായി സുവിശേഷം നമ്മുടെ മുൻപിൽ, ഈശോ നമ്മുടെ മുൻപിൽ പുതിയ ജനതയ്ക്കുള്ള സന്ദേശമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇനി അവസാനത്തെ ഭാഗ്യം എന്താണെന്ന് നോക്കാം. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുള്ള പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: യേശുവിനെ പ്രതി അപമാനവും അവഹേളനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരിക. യേശു പറഞ്ഞ കാര്യങ്ങൾ ജീവിക്കുമ്പോൾ, സുവിശേഷം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അപമാനങ്ങൾ, അവഹേളനങ്ങൾ ഏറ്റുവാങ്ങുക. ഇതിന് തയ്യാറാകുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന വലിയ ഭാഗ്യത്തെക്കുറിച്ചാണ്. ഒന്നാമത്തെ ഭാഗ്യം സ്വർഗരാജ്യം കിട്ടുമെന്നുള്ള അനുഗ്രഹം. 2, സ്വർഗത്തിൽ ലഭിക്കുന്ന പ്രതിഫലം. സ്വർഗം കിട്ടും, സ്വർഗത്തിലെ പ്രതിഫലം വളരെ വലുതായിരിക്കുമെന്നുള്ള ഒരു വാഗ്ദാനമാണ് ഇതിലൂടെ കർത്താവ് നമുക്ക് നൽകുക. ഞാൻ സമയത്തിൻ്റെ പരിമിതിയിൽ നിർത്താണ്. കർത്താവ് അരുളി ചെയ്ത 8 ഭാഗ്യങ്ങൾ, ഈ 8 ഭാഗ്യം സ്വീകരിക്കാൻ വേണ്ട വഴികൾ, മാർഗങ്ങൾ കർത്താവ് നമ്മുടെ മുൻപിൽ നിർദ്ദേശിക്കുകയാണ്. അത് സ്വീകരിക്കാൻ ഈശോ പുതിയ നിയമ ജനതയ്ക്കായി നൽകുന്ന ഈ പുതിയ നിയമ തത്വങ്ങൾ സ്വാംശീകരിച്ച് ഈ ഭാഗ്യത്തിലേക്ക്, ഈ കൃപയിലേക്ക്, ഈ അനുഗ്രഹത്തിലേക്ക് വളരുന്നവരാകാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഓർക്കുക, പുതിയ നിയമ തത്വങ്ങൾ, പുതിയ നിയമ കൽപ്പനകൾ പാലിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഒന്നാമതായി സ്നേഹം വേണമെന്ന് പറഞ്ഞു. രണ്ടാമതായി നമുക്ക് വേണ്ട ഒരു കാര്യം പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്. അല്ലാതെ നമുക്കിത് പറ്റില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായം, അത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. സ്നേഹമുള്ളവർക്ക് കൽപ്പന പാലിക്കാൻ പറ്റുമെന്ന് ഈശോ പറഞ്ഞു. എന്നാൽ അടുത്ത വാചകം ഈശോ പറയാണ്: ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നുമെന്ന് നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഈ സഹായകൻ പരിശുദ്ധാത്മാവാണ്. എന്തിനാണ് ഈ സഹായകൻ നൽകപ്പെടുന്നത്? ആ സഹായം, പരിശുദ്ധാത്മാവ് നൽകുന്ന സഹായം എന്ന് പറയുന്നത് കൽപ്പനകൾ പാലിക്കാനുള്ള സഹായമാണ്, പുതിയ നിയമ തത്വങ്ങൾ ജീവിക്കാനുള്ള സഹായമാണ്, സുവിശേഷം ജീവിക്കാനുള്ള സഹായമാണ്. ആ സഹായം നമുക്ക് കിട്ടിയാൽ മാത്രമേ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി നമുക്ക് മാറാൻ, സുവിശേഷം ജീവിക്കാൻ, വചനമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആത്മാവ് നിറയാൻ വേണ്ടി, ആത്മാവിൻ്റെ സഹായത്തിന് വേണ്ടി, സുവിശേഷ മൂല്യങ്ങൾ നമുക്ക് നൽകുന്ന ഭാഗ്യത്തിന് ഉടമകളായി നമ്മൾ മാറാൻ വേണ്ടി
സുവിശേഷം ജീവിക്കാനുള്ള അഭിഷേകം കൃപയായ വരമായി ലഭിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അധരം തുറന്ന് സ്വരമുയർത്തി ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയട്ടെ 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 നിറയട്ടെ. പരിശുദ്ധാത്മാവേ നിറയണമേ 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 നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കുക, അധരം തുറന്ന് സ്തുതിക്കുക, ഉച്ചസ്വരത്തിൽ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവേ എൽ റൂഹ എൽ റൂഹ എൽ റൂഹ. നിറയണമേ 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 നിറയണമേ. ആത്മാവേ ആത്മാവേ ആത്മാവേ. റൂഹായ 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 റൂഹായ. നിറയട്ടെ 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 നിറയട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി ഉച്ചസ്വരത്തിൽ വിളിച്ചേ. പരിശുദ്ധാത്മാവേ പുതിയൊരു ജനനം നൽകും. കൈകളടിച്ച് പരിശുദ്ധാത്മാവേ ശക്തിയായി കൈകളടിച്ച് പുതിയൊരു ശക്തിയിലുണരാം. കൃപ നീ ചൊരിയണം. എല്ലാവരും ചേർന്ന് ഉറക്കപ്പാടാം. പുതിയൊരു ജനനം നൽകും. പരിശുദ്ധാത്മാവേ പുതിയ ജനനം നൽകണമേ. പുതിയൊരു ശക്തിയിലുണരാം. റൂഹായേ കൃപ നീ ചൊരിയണമേ. കരങ്ങളുയർത്തി. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. എല്ലാവരും ചേർന്ന് ഉച്ചസ്വരത്തിൽ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകട്ടെ. കവിഞ്ഞൊഴുകണമേ. രണ്ട് കരങ്ങളും ഉയർത്തി വിളിച്ചേ. പരിശുദ്ധാത്മാവേ. ശക്തിയോടെ വിളിക്കാം, അധരം തുറന്ന് വിളിക്കാം, ഉച്ചസ്വരത്തിൽ വിളിക്കാം. പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങട്ടെ. വരങ്ങളായ ദാനങ്ങളായ ഫലങ്ങളായ കൃപയായ പരിശുദ്ധാത്മാവ് നിറയട്ടെ. വചനം ജീവിക്കാനുള്ള സഹായമായ പരിശുദ്ധാത്മാവ് നിറയട്ടെ. പുതിയ നിയമം ജീവിക്കാനുള്ള സഹായമായ പരിശുദ്ധാത്മാവ് നിറയട്ടെ. സുവിശേഷം ജീവിക്കാനുള്ള സഹായമായ പരിശുദ്ധാത്മാവ് നിറയട്ടെ. യേശുവിന്റെ സാക്ഷികളായി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നിറയട്ടെ. വചനത്തിന്റെ സാക്ഷികളായി മാറുവാൻ പരിശുദ്ധാത്മാവ് നിറയട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി ഉച്ചസ്വരത്തിൽ വിളിച്ചേ. പരിശുദ്ധാത്മാവേ ശക്തിയായി കൈകളടിച്ച് സർവശക്തിയോടെ കൈകളടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ജോർദാൻ നദിയിലെന്ന് പറന്നിറങ്ങിയപ്പോ പാവന സ്നേഹവുമാ ആഗതനാകണമേ. ചേർന്ന് പാടാം. ജോർദാൻ നദിയിലെന്ന് ആത്മാവേ പറന്നിറങ്ങിയപ്പോ പറന്നിറങ്ങണമേ. പാവന സ്നേഹവുമാ റൂഹായേ ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അകറ്റണമേ. അന്ധതയെല്ലാം നീക്കണമേ. വിശ്വാസത്തിലുറയ്ക്കാം. ജ്വലിക്കട്ടെ. കൃപ നീ ചൊരിയണമേ. ചേർന്ന് പാടാം. മാലിന്യങ്ങളകറ്റി അകറ്റണമേ. അന്ധതയെല്ലാം നീക്കണമേ. വിശ്വാസത്തിലുറയ്ക്കാം. ജ്വലിക്കട്ടെ. കൃപ നീ ചൊരിയണം. കരങ്ങളുയർത്തിച്ച് പരിശുദ്ധാത്മാവേ ചേർന്ന് പാടാം എല്ലാവരും. എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. എല്ലാവരും ഇരട്ടി സ്വരത്തിൽ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. എന്നിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. കവിഞ്ഞൊഴുകണം. രണ്ട് കരങ്ങളും ഉയർത്തി വിളിച്ചേ. പരിശുദ്ധാത്മാവേ ശക്തിയോടെ വിളിക്കാം, അതിരം തുറന്ന് വിളിക്കാം, ഉച്ചസ്വരത്തിൽ വിളിക്കാം. പരിശുദ്ധാത്മാവ് അഗ്നിമഴയായി പെയ്തിറങ്ങട്ടെ. ജീവജലമായി ഒഴുകിയിറങ്ങട്ടെ. തീക്കാറ്റായി വീശട്ടെ. പരിശുദ്ധാത്മാവ് ജ്വലിക്കട്ടെ. പരിശുദ്ധാത്മാവ് ജ്വലിക്കട്ടെ 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 ജ്വലിക്കട്ടെ. ആത്മാവ് കത്തിപ്പടരട്ടെ കത്തിപ്പടരട്ടെ കത്തിപ്പടരട്ടെ. റൂഹ 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 ഏൽ റൂഹ ഏൽ റൂഹ ഏൽ റൂഹ ഏൽ റൂഹ. ദൈവത്തിന്റെ ആത്മാവേ ദൈവാത്മാവേ നിറയണമേ നിറയണമേ. ശരീരത്തിൽ മനസ്സിൽ ആത്മാവിൽ ബുദ്ധിയിൽ ചിന്തകളിൽ വികാര വിചാരങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ പരിശുദ്ധാത്മാവ് അഗ്നി പെയ്തിറങ്ങട്ടെ പെയ്തിറങ്ങട്ടെ. രണ്ട് കൈകൾ ഹൃദയത്തോട് ചേർത്ത് ഉച്ചസ്വരത്തിൽ ചേർന്ന് പാടാം. ഞങ്ങൾ ഓരോരുത്തരിലും നിറയണമേ. ശരീരത്തിലും മനസ്സിലും നിറയണമേ. ആത്മാവിലും ബുദ്ധിയിലും നിറയണമേ. ചിന്തകളിലും വികാരങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ വിചാരങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ നിയോഗങ്ങളിൽ നിറയണമേ.
ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിറയണമേ. ആത്മാവേ നിറയണമേ. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ നിറയണമേ. ആത്മാവേ നിറയണമേ. ഞങ്ങളിൽ പൂർണ്ണമായും നിറയണമേ. ആത്മാവേ നിറയണമേ.